When we are dealing with the system, അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലിബറൽ അല്ലാത്തൊരു സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ പ്രശ്നമുണ്ടാവും. 2023 ITFOK ഞാൻ യുജിനോ ബാർബി ഇന്റർവ്യൂ ചെയ്തിരുന്നു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, മൈ ഡിപ്പാർച്ചർ ഇൻ മൈ തിയേറ്റർ സ്റ്റാർട്ടഡ് ഫ്രം കലാമണ്ഡലം in 1961 എന്നാണ്. ഒരു ആക്ടറിന്റെ മെന്റൽ ലാൻഡ്സ്കേപ്പിനെ കുറിച്ചും ഒരു ഫിസിക്കൽ ലാൻഡ്സ്കേപ്പിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളൊക്കെ ഇവിടെ രൂപവൽക്കരിക്കുന്ന ഇവിടെ വെച്ചിട്ടാണ്. ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പദ്ധതി എന്ന് പറയുന്നത് അത് ഡിബേറ്റബിളാണ്. ഒരു അക്കാഡമിഷ്യൻ എന്ന രീതിയിൽ എൻ്റെ ഒരു ടേക്ക് എന്ന് പറയുന്നത്, ഇത് നമ്മൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുമ്പോൾ സംഭവിച്ചത്, ഇതിനൊരു ഒരു പുതിയൊരു വിദ്യാഭ്യാസ ക്രമത്തിൽ ഉണ്ടാവേണ്ട മാറ്റങ്ങൾ ഈ അതിൻ്റെ പഠന പദ്ധതിക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാക്ടീസ് സ്ട്രക്ചറിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇത് പ്രധാനമായിട്ടും നമ്മൾ ആദ്യകാലം മുതൽ ഇത് നടന്നു വരുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുകരണവും ആവർത്തനവുമാണ് പ്രധാനമായിട്ട്. കാരണം ഇപ്പം നമ്മളിപ്പം ഒരു ഗുരുവിനെ അനുകരിക്കുക, അത് ആവർത്തിക്കുക, പിന്നെ അതിൽ ഒരു നടൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ പെർഫോമർ എന്ന രീതിയിൽ ഇംപ്രവൈസേഷൻ അല്ലെങ്കിൽ ഇന്നോവേഷൻ എന്നുള്ള രീതിയിൽ ആ രീതിയിൽ ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും നമുക്ക് ഇതിനൊരു വ്യക്തമായ ഒരു മെത്തഡോളജി വന്നിട്ടില്ല. അറിവും അഭ്യാസവും ഒരുമിച്ച് പോകുന്നൊരു സിസ്റ്റം ഉണ്ടാവണം. എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ഒരു കുട്ടി മനസ്സിലാക്കണം, പറയാനും ആ രീതിയിൽ വരുമ്പോൾ ലേണിംഗ് വിൽ ബി വെരി ഈസി. ആ ഒരു രീതി ഉണ്ടാവേണ്ടതുണ്ട്. 20ാം നൂറ്റാണ്ടെന്ന് പറയുന്നത് ഇറ്റ്സ് എ സെഞ്ച്വറി ഓഫ് റീസൺ. യുക്തിയുടെ ഒരു നൂറ്റാണ്ടുകളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. പക്ഷേ പല ഫോമുകളുടെയും പ്രാക്ടീസിൽ ഇപ്പോഴും നിൽക്കുന്നത് ഫെയ്ത്താണ്, ബിലീഫാണ് നിൽക്കുന്നത്. വിശ്വാസവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണുള്ളത്. എന്തുകൊണ്ടാണ് ഇതിനെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റില്ല? അപ്പം ഇതൊരു വിശ്വാസമാണ്. കാരണം നമ്മളൊരു ദൈവവിശ്വാസിയോട് ചോദിക്കുന്ന പോലെ കിട്ടുന്ന ആൻസറും ഇതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. കാരണം ഇതിന് യുക്തിയുടെ ഒരു ബലമില്ലാതെ പോകുന്നുണ്ട്. അതൊരു വലിയ പ്രശ്നമാണ്. ഈ ഇതൊരു പാരമ്പര്യ കലയാണ് എന്ന് പറയുമ്പോൾ മെനി ഓഫ് ദം ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് ആൻ ഓൾഡ് ഫിനോമിനൻ. ഇതൊരു പഴയ കാര്യമാണ്, ഇത് അതേപോലെ കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതെന്നാൽ അങ്ങനെയല്ല. ബേസിക്കലി 100 വർഷം പൂർത്തിയായ ഒരു കേരള കലകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനത്തിന്റെ ഭാവി എന്തായിരിക്കണം എന്നുള്ളൊരു വിഷൻ നിങ്ങൾ എങ്ങനെ രൂപപ്പെടുത്തിയിരിക്കുന്നത്? How we can move from the faith to reason. That's the major objective. കലാമണ്ഡലത്തിൻ്റെ ഒരു ചരിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. 1930 വള്ളത്തോളിൻ്റെയും മുകുന്ദരാജയുടെയൊക്കെ ഒരു ചിന്തയിലുണ്ടായ ഒരു ആശയമാണ് കലാമണ്ഡലം എന്ന് പറയുന്നത്. അതിനൊരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഒരു നവോത്ഥാനത്തിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു സംഗതി കൂടിയാണ് കലയെ ജനാധിപത്യവൽക്കരിക്കുക എന്ന് പറയുന്ന ആശയവും അതിനകത്തുണ്ട്. അങ്ങനെ ഒരുപാട് മിക്സ് ഒന്നിച്ച് വന്ന് ഒരു കലയെ ഈ പറയുന്ന പോലെ ജനകീയമാക്കുന്ന ഒരു പ്രക്രിയ വേണം എന്നുള്ളൊരു തോന്നലിന്റെ പുറത്താണ് ഒരുപാട് സ്ട്രഗിൾ ചെയ്തുകൊണ്ട് ഒക്കെ. എൻ്റെ ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രഗിളിൻ്റെതായ ഒരു ചരിത്രം കൂടെ കലാമണ്ഡലത്തിനുണ്ട്. പുതിയൊരു തലമുറയ്ക്ക് കലാമണ്ഡലം ലോക പ്രശസ്തമായിട്ട് നിൽക്കുമ്പോൾ ഈ ചരിത്രത്തെ ഓർമ്മിപ്പിക്കേണ്ട ഒരു ബാധ്യതയും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. കേരള മോഡേണിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ കലാമണ്ഡലം എന്നൊരു സ്ഥാപനം ഉണ്ടാവുന്നത്. അതോടൊപ്പം തന്നെ ഒരു നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ്, അതിന് സമാന്തരമായി തന്നെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന സാമൂഹികമായ മാറ്റങ്ങൾ. ഒന്നാമത് ഈ ഇലക്ട്രിസിറ്റിയുടെ വരവ്, ടെക്നോളജി കുറേശ്ശെ വന്നു തുടങ്ങുന്നൊരു സമയം, ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നൊരു സങ്കല്പം ഉണ്ടാവുന്നു, ബ്രിട്ടീഷ് ആധിപത്യം, ആ ഒരു ചുറ്റുപാടിൽ. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു എന്താ പറയുക ഒരു മടമ്പി സമ്പ്രദായത്തിൻ്റെ ഒരു തകർച്ച. അതിനോടൊപ്പം തന്നെ ഒരു ആശയപരമായ ഒരു 1925 ഉണ്ടാകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു മൊത്തത്തിലൊരു എന്താ പറയുക ഒരു ബൗദ്ധികമായ ഒരു മാറ്റത്തിൻ്റെ സമയമായിരുന്നു അത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് കലാമണ്ഡലത്തിൻ്റെ ഒരു ആവിർഭാവത്തെ നമ്മൾ കാണേണ്ടത്.
പ്രൈമറിലി അതൊരു കേരള മോഡേണിറ്റി, അതോടൊപ്പം തന്നെ ആ മോഡേണിറ്റി സൃഷ്ടിച്ച ഒരു ധാരാളം ഉത്കണ്ഠകളുണ്ടായിരുന്നു. ഇത് ഒരു പുതിയ ഉത്കണ്ഠകളും അതേപോലെ തന്നെ ഒരു തരത്തിൽ ഇത് എങ്ങനെ പല സാംസ്കാരികമായി ബന്ധപ്പെട്ട നമ്മുടെ സാംസ്കാരികമായ വൈജ്ഞാനിക മേഖലയും അല്ലെങ്കിൽ പ്രായോഗിക മേഖലയും ഒക്കെ എങ്ങനെ ഒരു പുതിയ സന്ദർഭത്തിലേക്ക് അല്ലെങ്കിൽ സാമൂഹിക സന്ദർഭത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാം. കാരണം ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ആയുർവേദത്തിന്റെ ചികിത്സ ആയാലും അല്ലെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ കഥകളി പോലുള്ള കലാരൂപങ്ങളുടെ ഒരു എന്താ പറയുക പേട്രണേജ്, ഫ്യൂഡലിസത്തിന്റെ ഒരു ചെറിയ തകർച്ച, ആ ഒരു കോണ്ടെക്സ്റ്റിൽ എങ്ങനെ ഈ ഒരു കഥകളിയെ നമ്മൾ ഇത്രയും കലാമൂല്യമുള്ള ഒരു കേരളീയ സ്വഭാവമുള്ള കഥകളിയെ എങ്ങനെ ഒരു പുതിയ ഒരു സ്ഥാപനവൽകൃത സന്ദർഭത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് മഹാകവി ഈ ഒരു ഉദ്യമത്തിന് മുതിരുന്നത്. ഈ സമയത്ത് തന്നെ നമുക്ക് സമാന്തരമായിട്ട് കാണാവുന്ന ഒരു ശാന്തിനികേതൻ, അതേപോലെ തന്നെ രുക്മിണി ദേവി അരുണ്ടേലിന്റെ എന്താ പറയാ കലാക്ഷേത്ര, അതേപോലെ തന്നെ ഈ ഭരതനാട്യത്തിൽ ഉണ്ടാവുന്ന ആ ഒരു ഇതിനെ ഇവോൾവ് ചെയ്തെടുക്കുന്ന ഒരു പ്രക്രിയ, ഇത് ഒപ്പം നമ്മുടെ ഒരു ഇന്ത്യൻ അവതരണ കലകളിൽ ഉണ്ടാവുന്ന ധാരാളം മാറ്റങ്ങൾ ഈ സമയത്തുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മള് എന്താ പറയാ ഒരു ആദ്യത്തെ നാടകം കേരളത്തിൽ ഉണ്ടാവുന്ന 1870-കളിലാണ് ആദ്യത്തെ നാടകം ഉണ്ടാവുന്നത്. അപ്പം നാടകവേദി എന്ന് പറയുന്ന ഒരു അവതരണ ഊന്നിക്കൊണ്ടുള്ള ഒരു മാറ്റങ്ങൾ ആ സമയത്ത് സംഭവിക്കുന്നു. 1900 ആദ്യം ഉണ്ടാവുന്ന പമ്മൽ സംബന്ധ മുതലിയാരുടെ രസികരഞ്ജിനി സഭ ചെന്നൈയില്, അതേപോലെ തന്നെ ഈ സമയത്ത് തന്നെ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഇപ്പം ബാംഗ്ലൂരിൽ ഉണ്ടാവുന്ന അമച്ചർ ഡ്രാമാറ്റിക് അസോസിയേഷൻ. ആ ഒരു സമയം എന്ന് പറയുന്നത് വളരെ എന്താ പറയുക ഒരു ബൗദ്ധികമായും അതുപോലെ തന്നെ സൗന്ദര്യശാസ്ത്ര രംഗത്തും ഒക്കെ ഈ എന്താ പറയുക സംവേദനത്തിന്റെ കാര്യത്തിലൊക്കെ ധാരാളം മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അതോടൊപ്പം തന്നെ നമ്മളൊരു ഇതിന് വ്യത്യസ്തമായിട്ട് ഒരു ബ്രിട്ടീഷ് മോഡേണിറ്റി അല്ല നമ്മുടെ മോഡേണിറ്റി എന്നൊരു തിരിച്ചറിവ് ആ സമയത്ത് ഉണ്ടാവുന്നുണ്ട്. അപ്പം അപ്പോൾ ഒരു ആൾട്ടർനേറ്റീവ് മോഡേണിറ്റീസ് നമ്മൾ യൂറോപ്പിൽ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇബ്സന്റെ ട്രാൻസ്ലേഷൻ ഒക്കെ നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരുന്നത് തന്നെ. അതോടൊപ്പം തന്നെ ഈ കേരളത്തിന് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയുള്ള അവതരണ കലകളെ ഒരു പുതിയ പരിപ്രേക്ഷ്യത്തോടുകൂടി കാണാനുള്ള ശ്രമം ഈ സമയത്ത് നടക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെയാണ് എനിക്ക് തോന്നുന്നു 1918 നമ്മുടെ ഒരു ഇന്ത്യയിൽ തന്നെ ഒരു അവതരണ കലയിൽ ഒരു വളരെ മാറ്റം വന്നൊരു സംഭവം നടക്കുന്ന 1918 ഒരു പ്രഭാഷണം നടന്നിട്ടുണ്ട് ബാംഗ്ലൂരിൽ, തിയേറ്റർ ഇൻ ദി ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ. അത് കട്ടമഞ്ചി രാമലിംഗ റെഡ്ഡി എന്ന് പറഞ്ഞ ആന്ധ്ര യൂണിവേഴ്സിറ്റി ആദ്യത്തെ വൈസ് ചാൻസലർ നടത്തിയൊരു ടോക്കാണ് തിയേറ്റർ ഇൻ ദി ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. അപ്പം അതിനുശേഷം പിന്നീട് 1919 ദി പ്ലേ ഓഫ് ബ്രഹ്മ എന്ന് പറഞ്ഞിട്ട് ജെയിംസ് എച്ച് കസിൻസിന്റെ ഒരു ടോക്ക് ഉണ്ട്. ഈ സമയത്ത് തന്നെയാണ് ഈ കട്ടമഞ്ചി രാമലിംഗ റെഡ്ഡി എന്താ പറയുക ഒരു പൊളിറ്റിക്സും ഫിലോസഫിയും കേംബ്രിഡ്ജിൽ നിന്ന് 1906 പഠിച്ചു വന്ന ആളാണ്. എന്നിട്ട് മൈസൂർ രാജാവിന്റെ അവിടുത്തെ എഡ്യൂക്കേഷണൽ ഡയറക്ടർ ആയിരുന്നു. അന്ന് തന്നെ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നാടകവേദിയിൽ നമുക്ക് എന്താ പറയുക പരിശീലനത്തിനുള്ള സ്ഥലം വേണം. ഇദ്ദേഹം തന്നെയാണ് ആദ്യമായിട്ട് നമ്മുടെ രാജാജിക്ക് കത്തെഴുതുന്നത്, മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നാടക വിഭാഗം തുടങ്ങണം എന്നുള്ള കത്തെഴുതുന്നതിന് ഇദ്ദേഹമാണ്. അപ്പൊ അങ്ങനെ ഈ ഒരു അവതരണ കലയിൽ അല്ലെങ്കിൽ ആധുനികമായ ഒരു കാഴ്ചപ്പാട് വരുന്ന ഒരു സമയത്ത് തന്നെയാണ് ഈ കലാമണ്ഡലത്തിനുള്ള ഒരു ചിന്ത ഉണ്ടാവുന്നത്. അത് നമ്മളൊരു ഇറ്റ് മേ നോട്ട് ബി ഡിസൈൻഡ്, ഡീഫാൾട്ട് അത് ആ സമയത്ത് സംഭവിച്ചിട്ടുണ്ടാവും. ഈ സമയത്ത് തന്നെയാണ് മറ്റേ എന്താ പറയാ ഈ ബെല്ലാരി രാഘവ ഉണ്ടാവുന്നു. ബെല്ലാരി രാഘവ എന്ന് പറഞ്ഞ നടൻ പുള്ളി സൗത്ത് ഇന്ത്യൻ സ്റ്റേജിനെ കുറിച്ച് യൂറോപ്പ് മുഴുവൻ നടന്ന് എന്താ പറയുക പ്രഭാഷണങ്ങൾ നടത്തുന്നു. ബെർണാഡ് ഷായെ കാണുന്നു. അതേപോലെ തന്നെ അദ്ദേഹം ലോറൻസ് ഒളിവിയറിന്റെ റിഹേഴ്സലിൽ പങ്കെടുക്കുന്നു. അങ്ങനെ ധാരാളം സംഭവങ്ങൾ ഈ സമയത്തുണ്ടായിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ഏകദേശം ഈ സമയത്ത് തന്നെയാണ് ഹിന്ദു ഡാൻസസിനെ കുറിച്ച്
നമ്മുടെ ഇന്ത്യയിലെ ഒരു എന്താ പറയാ ഈ പെർഫോമിംഗ് ആർട്സിനെ കുറിച്ചും ഡാൻസിനെ കുറിച്ചുള്ള ആദ്യത്തെ പുസ്തകം അതാണെന്ന് തോന്നുന്നു. രാഗിണി ദേവി. രാഗിണി ദേവി ഒരു പുസ്തകം US-ൽ നിന്ന് പബ്ലിഷ് ചെയ്യുന്നത്, ഹിന്ദു ഡാൻസേഴ്സ് ഓഫ് ഇന്ത്യ എന്നാണ് തോന്നുന്നത് എൻ്റെ പേര്. ആ സമയം 1928 തോന്നുന്നത് പബ്ലിഷ് ചെയ്യുന്നത്. അവർ പിന്നീട് കലാമണ്ഡലത്തിൽ വന്നിരുന്നു, ഗുരു ഗോപിനാഥുമായിട്ട് ചേർന്ന് ധാരാളം വർക്ക് ചെയ്തിട്ടുണ്ട് അവര്. അപ്പം ഇത് സാംസ്കാരികമായിട്ടുള്ള ഒരു 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 എന്താ പറയാ ഒരു വളരെ വിശേഷപ്പെട്ട ഒരു സമയമാണ് നമുക്ക് കരുതാം. അതിന്റെ ഭാഗമായിട്ടാണ് ഇതിനെ നമ്മൾ കാണേണ്ടത്. ഉണ്ടാവാതെ തരമില്ല എന്നുള്ള രീതിയിൽ ആ സമയത്താണ് ഇതെല്ലാം. ധാരാളം സ്ട്രീംസ് ഉണ്ട്. കാരണം കലാമണ്ഡലത്തിൽ ഒരിക്കലും നമുക്ക് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണാൻ പറ്റില്ല. മാത്രമല്ല അതിൽ ധാരാളം കോൺട്രിബ്യൂഷൻസ് മറ്റു പല ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഭൂദാനത്തിന്റെ കേരളത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, ശ്രീനാരായണ ഗുരു, അതേപോലെ അയ്യങ്കാളി, അതേപോലെ ധാരാളം എന്താ പറയുന്ന ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആ സമയത്തുണ്ടായിട്ടുള്ള സാംസ്കാരിക ഈ സാമൂഹിക പരിവർത്തനങ്ങൾ. ഈ സമയത്ത് തന്നെ മറ്റേ എന്താ പറയുക കഥകളി തുടങ്ങിയ കലാരൂപങ്ങളിൽ എല്ലാ സമുദായങ്ങളും അല്ലെങ്കിൽ എല്ലാ ജാതിയും ഇടപെടുന്ന ഒരു അല്ലെങ്കിൽ അത് പെർഫോം ചെയ്യുന്ന ഒരു കലകൂട്ടം കൂടിയായിരുന്നു ഇത്. വിശേഷിച്ചും നമ്മുടെ ഈ എന്താ പറയുക ഹരിപ്പാട്, പത്തനംതിട്ട ചില ഭാഗങ്ങളിൽ. ഒപ്പം നമ്മൾ നേരത്തെ തന്നെ അറിയാമല്ലോ, പലപ്പോൾ നമ്മളിപ്പോൾ ഒരു ഈ ക്ലാസിക്കൽ കലകളെല്ലാം തന്നെ അതിന്റെ ഒരു ഫ്രെയിം വർക്കിൽ നിന്ന് പുറത്തു ചാടാൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ട്. അത് നമുക്ക് കുഞ്ചൻ നമ്പ്യാർ മുതൽ കാണാം. അദ്ദേഹം ഇവിടുന്ന് ഈ കൂത്തിനോടും അല്ലെങ്കിൽ കൂടിയാട്ടത്തിനോടും ഒക്കെ ഉള്ള ഒരു റെബൽ ആയിട്ടാണ് കുറച്ചുകൂടെ. ഇതല്ല, അതിനകത്തൊരു വളരെ പൊളിറ്റിക്സ് ഉണ്ട്. കുഞ്ചൻ നമ്പ്യാരുടെ ഒരു പെർഫോമൻസ് അമ്പലപ്പുഴയിൽ, അതിൽ പൊതുവെ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വള്ളവനാട്ടിൽ നിന്ന് അദ്ദേഹത്തിന് അത് ചെയ്യാൻ വേണ്ടി അമ്പലപ്പുഴ പോവേണ്ടി വന്നു എന്നുള്ള ഒരു കമന്റും അതിനകത്തുണ്ട്. കാരണം അത് പിന്നീട് നമുക്ക് 1949 ആദ്യമായിട്ട് കൂത്ത് ക്ഷേത്രത്തിന് പുറത്ത് അവതരിപ്പിക്കുന്നതും കൊട്ടാരക്കരയിലാണ്. അതായത് പൈങ്കുളം രാമചാക്യർ കൊട്ടാരക്കര പോയിട്ട് മുറജപം കഴിഞ്ഞ മറ്റോ തിരിച്ചു വരുന്ന സമയത്ത് വല്ലടയാറ്റിന്റെ കരയിലുള്ള ചെറുപുഴ മഠത്തിൽ പോയിട്ടാണ് പിന്നെ ഈ കൂത്ത് അവതരിപ്പിക്കുന്നത്. അങ്ങനെ ആ ഒരു കാലഘട്ടം, ഒരു 50 വരെയുള്ള കാലഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് എ ടൈം ഓഫ് എറപ്ഷൻ. ധാരാളം മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിലുപരി നമ്മൾ ഇതിന്റെ ഒരു എന്താ പറയാ കലയും അല്ലെങ്കിൽ കല എങ്ങനെ എല്ലാവർക്കും ആക്സസിബിൾ ആകുക എന്നുള്ളൊരു ഒരു ഒരു സങ്കല്പം ഇതിലുണ്ടായിരുന്നു. കല എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ലിമിറ്റഡ് ടു എ പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ്. അത് ട്രഡീഷണൽ ആയിട്ട് വരുന്ന ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ കഥകളിയെ സാധാരണയായിട്ട് നമ്മൾ കൊണ്ടു നടന്ന ഒരു പലപ്പോഴും ഇവിടെ നിലനിന്നിരുന്ന ഇവിടുത്തെ ഒരു ജാതി വ്യവസ്ഥയുടെ ഭാഗമായിട്ട് നിലനിന്നിരുന്ന ഒരു കലാരൂപമായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ കഥകളി, വിശേഷിച്ചും വള്ളുവനാടിന്റെ ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു വിമുക്തമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇത് എല്ലാവർക്കും ആക്സസിബിൾ ആവുക, ഒരു സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ ഈ മോഡേണിറ്റിയുടെ ഒരു വലിയൊരു ഭാഗമാണല്ലോ. ഇപ്പോൾ ഒരു ഇക്വാലിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി ആക്സസ്, പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിന്റെ ഒരു ആവിർഭാവത്തിന്റെ പിന്നിൽ കാണേണ്ടതുണ്ട്. പിന്നെ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മളൊരു കേരളത്തിന്റെ സംസ്കാരം അല്ലെങ്കിൽ ഒരു പുതിയ കോണ്ടെക്സ്റ്റിൽ ഇങ്ങനെ ഒരു ലാംഗ്വേജിന്റെ ഒക്കെ ഒരു ഫോർമേഷൻ സമയമാണിത്. ഈ സമയം ഭാഷയുടെയും അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഒരു സാഹിത്യത്തിലെ മറ്റു ആവിഷ്കാരങ്ങളുടെ ഒക്കെ ഒരു ഫോർമേഷന്റെ സമയമാണിത്. ആ സമയത്താണ് ഇത് സംഭവിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള എന്താ പറയാ വേറൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മളൊരു ബെസ്റ്റ് പ്രാക്ടീസ് ഉണ്ടാവുക എന്നുള്ള ഒരു ലക്ഷ്യം മഹാകവി വള്ളത്തോളിനെ സംബന്ധിച്ചോളം ഉണ്ടായിരുന്നു. കാരണം പലപ്പോഴും ഇതിന്റെ പ്രാക്ടീസുകൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കോണ്ടെക്സ്റ്റിൽ ഉണ്ടാവുന്നു. ആ കോണ്ടെക്സ്റ്റിലുള്ള ഒരു കൺസംഷൻ അല്ലെങ്കിൽ ഒരു അപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺലി ഫോർ എ പ്രിവിലേജ്ഡ് ക്ലാസ്. അപ്പൊ അതിനൊക്കെ പുറത്തു വരികയും ഇത് എല്ലാവർക്കും ആക്സസിബിൾ ആവുകയും ചെയ്യുക, അതിൽ നിന്ന് റിലീവ് ചെയ്യുക എന്നുള്ള ഒരു റിലീഫ് വേണം എന്നുള്ളൊരു നിഷ്കർഷയും ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. കാരണം സെയിം നമുക്ക് കാണാം. കാരണം ഒരു പബ്ലിക് ഡൊമൈനിലേക്ക് ഈ സമയത്ത് തന്നെയാണെന്ന് തോന്നുന്നു ആയുർവേദമൊക്കെ വരുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഈ കേരളീയ ആയുർവേദ സമാജം ഒക്കെ പബ്ലിക്കിന് വേണ്ടി അല്ലെങ്കിൽ ആർക്കും വന്നൊരു ചികിത്സ നടത്താനുള്ള സംവിധാനം, ആ ഒരു എന്താ പറയുന്ന ഒരു ട്രഡീഷണൽ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ട്രഡീഷണൽ ട്രാൻസ്മിഷൻ ഓഫ് നോളജ് അല്ലേ, അതായത് വെർട്ടിക്കലായിട്ടൊരു ട്രാൻസ്മിഷൻ ഉണ്ട്. അതിൽ നിന്ന് മാറിയിട്ട് കൊണ്ടുവന്ന ഒരു ഹൊറൈസോണ്ടൽ ആക്കാനുള്ള ഒരു വ്യാപകമാക്കാന്നുള്ള രീതിയിലുള്ള ഒരു എഫേർട്ടും ഈ സമയത്ത് നടക്കുന്നുണ്ട്. കല എപ്പോഴും ഇതേ പറഞ്ഞതുപോലെ തന്നെ
കലഹം ആണല്ലോ. കലഹം നടത്തിക്കൊണ്ടേയിരിക്കുക എന്നുള്ളത് ഒരു സംഗതിയാണ്. ഇപ്പൊ താങ്കളെ സംബന്ധിച്ചിടത്തോളം ബേസിക്കലി ഒരു തിയേറ്റർ പേഴ്സണാലിറ്റിയാണ്. ഈ ഇതിന്റെ കലാമണ്ഡലത്തിന്റെ ഒരു പശ്ചാത്തലം കഥകളിയും കൂടിയാട്ടവും ഒക്കെ ഒരു തിയേറ്ററിക്കലായിട്ടുള്ള ഒരു സംഗതിയാണ്. നിങ്ങൾ ബേസിക്കലി ഈ കലാകാരന്മാര് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ഇതിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു കോൺഫ്ലിക്റ്റിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് തോന്നുന്നു. ഇപ്പോൾ വള്ളത്തോളിന്റെ കാലത്ത് തന്നെ സർക്കാർ ഏറ്റെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കലഹം അവിടെ നടക്കുന്നുണ്ട്. മുകുന്ദരാജയും ഇദ്ദേഹവുമായിട്ടുള്ള ഒരു പിണങ്ങി പിരിഞ്ഞു പോകുന്ന അത്രയും സർക്കാരിന് കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് നിലനിൽക്കുന്നുണ്ട്. പിന്നീട് ലേറ്റർ ഇത് കലാമണ്ഡലം കൃത്യമായിട്ട് സർക്കാരിന്റെ അധീനതയിലേക്ക് വരുന്നു. അവിടെ ഒരു തിയേറ്റർ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ പക്ക ഒരു ആർട്ടിസ്റ്റ് ഒരു സ്ഥാപനത്തിന്റെ തലപ്പത്ത് വരുമ്പോൾ ഈ കോൺഫ്ലിക്റ്റ് നിലനിൽക്കുന്നുണ്ടോ, അങ്ങയുടെ ഉള്ളിൽ നിലനിൽക്കുന്നുണ്ടോ? അല്ല, ഇത് ഞാൻ വേറെ രീതിയിലൊക്കെ കാണുന്നത്. കാരണം പലപ്പോഴും ഈ നമ്മുടെ ഒരു ആർട്ടിസ്റ്റിക് അല്ലെങ്കിൽ ഒരു എക്സ്പോഷർ എന്ന് പറയുന്ന പലപ്പോഴും നമ്മൾ ഈ ഒരു വിഷയത്തെ മനസ്സിലാക്കാൻ വളരെയേറെ ഉപകാരപ്പെടുന്ന ഒന്നാണ്. അതൊരു എനിക്ക് തോന്നുന്നു പലപ്പോഴും ഒരു നല്ല ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ, അതേപോലെ ഒരു അക്കാഡമിഷ്യൻ എന്ന് പറയുമ്പോഴും പലപ്പോഴും അതിന്റെ ഒരു അഡ്മിനിസ്ട്രേഷൻ അതിന്റെ ഒരു ഭാഗമാണ്. കാരണം നമ്മളിപ്പോ ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു തിയേറ്റർ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് സെറ്റ് ഓഫ് പ്രോട്ടോകോൾസ്. അത് ഏതൊരു സബ്ജക്റ്റിനും ഉണ്ട്. അത് ആ ഒരു പ്രോട്ടോകോൾസ് അതിനകത്ത് അങ്ങനെ ഒരു എഫേർട്സ് ഡെഫിനറ്റ്ലി അവിടെ ഒരു ഇഷ്യൂസ് ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. കാരണം പക്ഷെ എന്നിരുന്നാൽ തന്നെയും നമ്മൾ ഇതിന്റെ ഒരു ആർട്ട് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് പ്രത്യേക വേറൊരു ഇറ്റ്സ് എ ഫീൽഡ്. അറ്റ് ദ സെയിം ടൈം അതില്ലാതെ ഒരിക്കലും നമ്മളൊരു സ്ഥാപനത്തില് നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അത് ഉണ്ടാവണം. കാരണം സ്ഥാപനം എന്ന് പറയുമ്പോൾ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏതൊരു ആർട്ടായാലും ശരി, ദർ ആർ സർട്ടൻ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ പ്രോട്ടോകോൾസ് ഉണ്ട്. ആ പ്രോട്ടോകോൾസ് ദാറ്റ് ഇറ്റ് സെൽഫ്. അതുകൊണ്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളിപ്പോൾ ഒരു തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് നല്ല അഡ്മിനിസ്ട്രേറ്റർ ആവാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ആക്ടേഴ്സിനെയും അല്ലെങ്കിൽ ഇത്രയും മാനേജ് ചെയ്യുന്നുണ്ട്. ആ ഒരു സിസ്റ്റം ഉണ്ട്. ഒരു പ്രൊഫഷണലായിട്ടുള്ള ഏതൊരു പ്രൊഫഷണലിസം ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ളൊരു വലിയൊരു കോൺഫ്ലിക്റ്റ് ഇല്ല. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്യൂ ഉണ്ടാവുന്നത് വെൻ വി ആർ ഡീലിംഗ് വിത്ത് സിസ്റ്റം. അതിന് കാരണം വെച്ചാൽ പലപ്പോഴും ഒരു അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലിബറൽ അല്ലാത്തൊരു സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ പ്രശ്നം ഉണ്ടാവും. ആ ലിബറലായിട്ടുള്ളൊരു അപ്രോച്ചും അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെയാണല്ലോ ആർട്ട് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ദാറ്റ്സ് എ ഡിഫറെന്റ് ഡൊമൈൻ. ഒരു ആർട്ട് മാനേജ്മെന്റ് ഡിഫറെന്റ് ഡൊമൈൻ ആണത്. അതേപോലെ തന്നെ അക്കാഡമിക് മാനേജ്മെന്റും ദി പ്രോട്ടോകോൾസ് ആർ ആൾവേസ് ഡിഫറെന്റ്. അത് നമ്മൾ പലപ്പോഴും ഒരു ആർട്ടിസ്റ്റിക് അഡ്മിനിസ്ട്രേഷൻ അല്ലെ ആർട്ട് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ദാറ്റ് എൻജോയബിൾ. അറ്റ് ദി സെയിം ടൈം നമുക്കൊരു 100% ഒരു എൻജോയ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എന്തിലും ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല, ഒന്നിലും ഉണ്ടാവില്ല. ആ ഒരു എൻജോയ്മെന്റ് ഉണ്ടാവില്ല. പക്ഷെ ഈ എൻജോയ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സുഗമമായ യാത്രയല്ല എൻജോയ്മെന്റ് എന്ന് പറയുന്നത്. കാരണം ദർ ഷുഡ് ബി സർട്ടൻ സൗണ്ട് ആൻഡ് ഫ്യൂറി എന്നൊക്കെ പറയുന്നത് അതുണ്ടാവും. അതുകൊണ്ടൊരു കാരണം പിന്നെ ഇതിനകത്ത് നമ്മളൊരു സ്ഥാപനം എന്നുള്ള രീതിയിൽ ഇന്നത്തെ ആവശ്യമാണ്. കാരണം വിശേഷം നമ്മളൊരു 20-ാം നൂറ്റാണ്ട് മുതൽ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ കലകളും വളർന്നിട്ടുള്ള സ്ഥാപനങ്ങളിലൂടെയാണ്. അതായത് കാരണം നമ്മുടെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ എക്കണോമിക് ആയിട്ടുള്ള കാര്യം മാറുന്നതനുസരിച്ചിട്ടും പല സിസ്റ്റംസ് ഉണ്ടാവുന്നതിൻ്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ ഇപ്പം ഡെമോക്രസിയുടെ ഭാഗമായിട്ടൊക്കെ ഈ ഒരു സ്ഥാപനങ്ങളെന്ന് പറഞ്ഞത് എപ്പോഴും ഇറ്റ്സ് ആൻ അസറ്റ് ഫോർ എ മോഡേൺ സൊസൈറ്റി. ആ രീതിയിൽ വരേണ്ടതുണ്ട്. കലാമണ്ഡലത്തിന് ഇപ്പോൾ നമ്മളൊക്കെ അറിഞ്ഞിട്ടുള്ള സ്കൂൾ പാഠപുസ്തകങ്ങളിലാണ് കേരള കലാമണ്ഡലം എന്ന് പറയുന്നത്. പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് താങ്കളുടെ ഒരു ചെറുപ്പകാലത്ത് കലാമണ്ഡലം എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിനെ കണ്ടിരുന്നത് എങ്ങനെയാണ്? പിന്നീടുള്ള അക്കാദമിക് യാത്രയിൽ കലാമണ്ഡലത്തിനോടുള്ള നമ്മളുടെ വ്യൂ മാറിയിട്ടുണ്ടാവുമല്ലോ. പിന്നെ പുറത്തു പോയി പഠിക്കുമ്പോഴും പുറത്തുനിന്ന് നമ്മുടെ ഒരു സ്ഥാപനത്തിനെ കാണുന്ന ഒരു രീതിയിൽ മാറ്റം വന്നിട്ടുണ്ടാവും. ഇപ്പൊ വീണ്ടും അതിനകത്ത് ഉള്ളിൽ നിൽക്കുന്ന ഒരാളായിട്ട് മാറും. അപ്പൊ ഈ പലതരം കലാമണ്ഡല കാഴ്ചകൾ ഉണ്ടാവുമല്ലോ, അതെങ്ങനെയാ ഡിഫറൻസ് വന്നേക്കുന്നത്? നമ്മൾ കുട്ടിക്കാലത്തൊക്കെ കലാമണ്ഡലം എന്ന് പറഞ്ഞാൽ ഒരു വളരെ
നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഒരു ഐക്കൺ എന്ന രീതിയിലാണ് നമ്മൾ ദൂരെ നിന്ന് കണ്ടിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് പെർഫോമിംഗ് ആർട്സ് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് എന്തോ ഒരു പെർഫോമൻസ് ഡെപ്പോസിറ്ററി എന്ന രീതിയിൽ നമ്മൾ ആ രീതിയിൽ കാണുകയും അറ്റ് ദി സെയിം ടൈം ആ സമയത്തുള്ള നമ്മുടെ എന്താ പറയുക ആങ്സൈറ്റീസ് എന്നൊക്കെ പറയുന്നത് ഈ ഫോമിനെ കുറിച്ചുള്ള വളരെ നമ്മൾ പഠിച്ചു തുടങ്ങുന്ന സമയമാണത്. അപ്പൊ ഇതിനെക്കുറിച്ച് ധാരാളം ക്രിട്ടിക്കലായിട്ടുള്ള നമ്മൾ അപ്രോച്ചുകൾ ഉണ്ടാവുമല്ലോ ആ സമയത്ത്. അപ്പൊ അങ്ങനെ വരുന്നുണ്ടേ എന്താ പറയാ, ഇതിന് കണ്ടംപററി സൊസൈറ്റിയിൽ എന്താണ് ഇതിന്റെ ഒരു റോൾ എന്നുള്ള കാര്യത്തെ കുറിച്ച് നമ്മൾ വളരെ ക്രിട്ടിക്കലായിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച്. മാത്രമല്ല വിശേഷം നമ്മൾ ഈ സാഹിത്യം പഠിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ആട്ടക്കഥ പഠിക്കും. അപ്പൊ പിന്നെ അതിലുപരിയായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കഥകളി എന്ന് പറയുന്നത് കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ കഥകളി നടന്മാരുണ്ടായിരുന്ന സ്ഥലമാണ് ഓണാട്ടുകര. ഈ ഓണാട്ടുകര പ്രദേശം എന്ന് പറയുന്നത് ശൂരനാട് പോരുവഴി എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങള് ഈ കളിയോഗങ്ങളും കഥകളി ആശാന്മാരും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പൊ കുട്ടിക്കാലത്ത് നമ്മൾ ഈ കഥകളി കണ്ടിട്ടുണ്ട്, ഈ ക്ഷേത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ ധാരാളം ആശാന്മാരൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ. പിന്നെ അവർക്ക് അന്യം നിന്ന് പോയി. അപ്പം അങ്ങനെ ഒരു എക്സ്പോഷർ ഉണ്ട് എനിക്ക്, കുട്ടിക്കാലം മുതലേ കഥകളിയൊക്കെ അറിയാം. പക്ഷെ അതിനൊരിക്കലും എന്താ പറയാ അതിനൊരു പെർഫോമിംഗ് ആർട്സിന്റെ പെർസ്പെക്റ്റീവിൽ കാണാൻ തുടങ്ങുന്നത് ഏകദേശമൊക്കെ ഒരു എന്താ പറയാ ഒരു മാസ്റ്റേഴ്സ് ഒക്കെ പഠിക്കുമ്പോഴാണ്. ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി നേരത്തെ നമ്മുടെ ഒരു മോഡേൺ പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കാനുള്ള ഒരു സോഴ്സ് ഉണ്ടായിട്ടില്ല. അതൊരു നമ്മുടെ ഒരു കലാരൂപമാണ്, നമ്മുടെ ഒരു ട്രഡീഷനാണ്. ആ രീതിയിലാണ് കണ്ടിട്ടുള്ളൂ. അതിനകത്ത് തിയേറ്റർ പിടിയിട്ടിരുന്നോ? അതിനകത്ത് അങ്ങനെ തിയേറ്റർ എന്നുള്ള ആ ഒരു പെർസ്പെക്റ്റീവിൽ കണ്ടിട്ടില്ല, കാണാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ നാടകം പഠിക്കുമ്പോഴും നാടകത്തിൽ റിസർച്ച് ചെയ്യുമ്പോഴൊക്കെയാണ് ഇതിന്റെ പോസിബിലിറ്റീസ് നമ്മൾ മനസ്സിലാക്കുന്നതും. ഇതിന്റെ ഒരു പിന്നെ വിശേഷം നമ്മൾ എന്താ പറയാ നമ്മൾ ഇത് പഠിക്കുന്ന കൂട്ടത്തിൽ ചരിത്രമൊക്കെ പഠിക്കുമല്ലോ. അപ്പൊ ആ ഒരു സമയത്താണ് നമ്മൾ കേരള ചരിത്രം പഠിക്കുന്നു. അപ്പം ഈ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. അപ്പോഴാണ് അതിൻ്റെ ഒരു സാമൂഹികമായ എന്താണ് അതിൻ്റെ ഒരു മൂല്യങ്ങളും അതിൻ്റെ അല്ലെങ്കിൽ അത് എത്രമാത്രം നമ്മുടെ ഒരു കേരളത്തിൻ്റെ സംസ്കാരത്തെ എത്രമാത്രം അത് സംസ്കാരത്തിൽ എത്രമാത്രം അത് പ്രാധാന്യമുള്ളതാണ് എന്നൊക്കെ ആ സമയത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് അതിൻ്റെ അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് തിയേറ്റർ പഠിക്കുന്ന പ്രാക്ടീസ് പഠിക്കുന്ന സമയത്ത് ഇതിലെ ചില എന്താ പറയാ പല എക്സസൈസ് പാറ്റേണുകളൊക്കെ നമ്മൾ ഇതിനകത്ത് ചെയ്ത് പഠിക്കുന്നു. അതിന് പാരലായിട്ട് തന്നെ നമ്മളൊരു എന്താ പറയാ തിയേറ്റർ ഓഫ് ദി റൂട്ട്സ് എന്ന് പറഞ്ഞൊരു മൂവ്മെന്റ് വരുന്നുണ്ടല്ലോ ആ സമയത്ത്. നമ്മുടെ ഒരു തനത് നാടകവേദി അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. നമ്മൾ എന്താ പറയുക ഇവിടെ ഇപ്പോൾ പഠിപ്പിക്കുന്ന വിഷയങ്ങളെ കുറിച്ചൊക്കെ വളരെ ഗൗരവത്തോട് ചിന്തിക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഒരു 20ാം നൂറ്റാണ്ടിന്റെ ആദ്യം മുതൽ നമ്മുടെ ഒരു ലോക നാടകവേദിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ആന്റോണിൻ ആർത്താഡിനെ കുറിച്ച് പഠിക്കുന്നു. പിന്നീട് പീറ്റർ ബ്രൂക്ക്, ഗ്രോട്ടോസ്കി, റിച്ചാർഡ് ഷെഗ്നർ, യൂജനോ ബാർബെ ഇവരെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ പിന്നെ ഫോക്ലോറിനോട് എനിക്ക് കുറച്ചു കാലം പഠിക്കേണ്ടിയൊക്കെ വന്നു. ഫോക്ലോർ ഞാൻ കുറച്ചു കാലം വർക്ക് ചെയ്തു. അപ്പോഴിങ്ങനെ പുതിയ സിദ്ധാന്തങ്ങൾ ഇപ്പം വാൻജിന്നപ്പിൻ്റെയും അതേപോലെ തന്നെ ഡാൻ ബെന്നാമോസിൻ്റെയും ഒക്കെ വർക്കുകളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്തൊക്കെ ഉള്ള ഒരു കൂടുതലൊരു വ്യാപ്തി മനസ്സിലാക്കുക. അവതരണത്തിനെയും അതിലൊപ്പം തന്നെ അവതരണവും സമൂഹവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കാൻ തുടങ്ങിയത് ആ ഒരു സമയത്താണ്. അതിനെക്കുറിച്ച് കുറച്ച് ഗൗരവത്തോട് നമ്മൾ കാണാൻ തുടങ്ങുന്നത്. കാരണം വിക്ടർ ടർണറുടെ റിച്വൽ പ്രോസസ്സ്, അപ്പം അങ്ങനെ ഒരു പെർഫോമൻസ് പ്രോസസ്സ് എങ്ങനെയാണ് സമൂഹത്തിൽ ഉണ്ടാവുന്നത്, അതെങ്ങനെ ഒരു ആവിഷ്കാരമായി വരുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ആ സമയത്തൊക്കെ. അതൊക്കെ വളരെ ലേറ്റ് എന്ന് വെച്ചാൽ ഒരു 90കൾക്കൊക്കെ ആ സമയത്തൊക്കെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. പക്ഷെ പിന്നെ ഇവിടെ പിന്നീട് നമ്മൾ കുറച്ചുകൂടി പഠിപ്പിച്ചൊക്കെ തുടങ്ങുമ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ അതിൻ്റെ ഒരു പ്രാക്ടീസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ വരുന്നുടനെ പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടെ ഒരു അക്കാഡമിക്കലി ക്രിട്ടിക്കൽ ആവാൻ തുടങ്ങുന്നത്. കാരണം ഇതിൻ്റെ അകത്തുള്ള ആ സമയത്തൊക്കെ പലപ്പോഴും നമ്മൾ ഇതിൻ്റെ ഒരു മറ്റുള്ള ഒരു എന്താ പറയുക ഒരു സോഷ്യൽ ഹൈറാർക്കിക്കുള്ളിൽ ഇതെങ്ങനെയാണ് നിലകൊള്ളുന്നത്. അതേപോലെ തന്നെ പ്രാക്ടീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദാഹരണത്തിന് പെഡഗോഗി, അതേപോലെ തന്നെ അതിൻ്റെ ഒരു ടീച്ചിങ് പ്രാക്ടീസുകൾ, അതിൻ്റെ സിസ്റ്റംസ്, അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങുന്നത് ഈ ഒരു പഠിപ്പിക്കുന്ന കാലത്താണ് കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ അതിനും പലപ്പോഴും നമ്മുടെ ഒരു ഇന്ത്യൻ നാടകവേദിയിലൊക്കെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, പിന്നെ നമ്മുടെ തിയേറ്റർ ആന്ത്രപ്പോളജിയും അതേപോലെ യുജനോ ബാർബ തുടങ്ങിയിട്ടുള്ള ആൾക്കാരുടെ ധാരാളം ഇന്നോവേഷൻസ് ഈ ഒരു മേഖലയിൽ നിന്നുണ്ടായിട്ടുണ്ട്. ആ സമയം ധാരാളം പേര് ഇവിടെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഒരു 60കൾക്ക് ശേഷം ധാരാളം പേരുടെ ഇപ്പം യുജനോ ബാർബയുടെ ഒരു ഡിക്ഷണറി ഓഫ്
ഒരു ഡിക്ഷണറി ഉണ്ട്, ആക്ടിങ് പറ്റിയുള്ള ഡിക്ഷണറി. ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഇവിടുന്ന് കഴിഞ്ഞ 2023 ITFOK ഞാൻ ഈ യുജിനോ ബാർബി ഇന്റർവ്യൂ ചെയ്തു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, മൈ ഡിപ്പാർച്ചർ ഇൻ മൈ തിയേറ്റർ സ്റ്റാർട്ടഡ് ഫ്രം കലാമണ്ഡലം ഇൻ 1961 എന്നാണ്. അന്ന് അദ്ദേഹം പറയുന്നതാണ്. കാരണം ഇവിടുന്നാണ് അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ ഒരു ഈ ആക്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഒരു ആക്ടറിന്റെ മെന്റൽ ലാൻഡ്സ്കേപ്പിനെ കുറിച്ചും ഒരു ഫിസിക്കൽ ലാൻഡ്സ്കേപ്പിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങളൊക്കെ ഇവിടെ രൂപവൽക്കരിക്കുന്ന ഇവിടെ വെച്ചിട്ടാണ്. അപ്പൊ അങ്ങനെ ധാരാളം ഒരു അക്കാഡമിക്കലി അല്ലെങ്കിൽ കലാമണ്ഡലത്തിനൊക്കെ ഒരു അക്കാഡമിക്കലിയും അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് ആയിട്ട് ഒരു പുതിയ ഡയമെൻഷൻ ഉണ്ടാവുന്ന അവിടെ മുതലാണ് ബേസിക്കലി. അല്ലെങ്കിൽ അതിന് മുമ്പുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പലപ്പോഴും എനിക്ക് തോന്നുന്നു 2 ഭാഗമായിട്ട് കാണേണ്ടി വരും നമ്മൾ. ഒരു പോസ്റ്റ് 50 എന്ന് പറയുന്ന ഒരു പീരീഡും ഒരു പ്രീ 50 എന്ന് പറയുന്ന ഒരു പീരീഡ് രണ്ടായിട്ട് കാണേണ്ടി വരും നമ്മുടെ ഒരു ഇന്റർനാഷണൽ ഇന്ററാക്ഷനിൽ. ഒരു വേള എന്താ പറയാ ഒരു എക്സോട്ടിക് ആയിട്ടുള്ള ഒരു കൗതുകം, ആ ഒരു കൗതുകത്തിൽ വന്നിട്ടുള്ള ഒരു ഇത്, പിന്നെ അതിനകത്തുള്ള ഒരു എന്താ പറയാ ആ സമയത്തുണ്ടായിട്ടുള്ള ഒരു ഓറിയന്റലിസ്റ്റ് ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം മാക്സ് മുള്ളറും ബെൻഫെ ഒക്കെ വരുന്ന ഒരു സമയമുണ്ടല്ലോ. ആ സമയത്ത് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യ അങ്ങനെ ഒരു ഫോക്കസ് ആയിരുന്നല്ലോ. കാരണം എല്ലാ സാംസ്കാരിക ആവിഷ്കാരങ്ങളും ഇതിന്റെയൊക്കെ ഉരുവായിട്ടൊക്കെ അവർ പലരും കണ്ടിട്ടുണ്ട് ആ സമയത്ത്. ഡൈവേഴ്സും ആണ്. അപ്പൊ അതൊരു അത് കുറച്ചൊരു മിസ്റ്റേക്കുമായിരുന്നു, ഒരു മിസ്റ്റേക്ക് ആയിട്ടുള്ള സമയം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ഒന്ന് വേറായിട്ട് കാണണം. പിന്നീട് അതിന് ശേഷമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഒരു പെർഫോമേറ്റിവിറ്റി, അതിനെ ഒരു സോഷ്യോളജിക്കലായിട്ട് അതിനെ കാണുന്നത് വിക്ടർ ടർണറിന്റെ ഒക്കെ വർക്കുകൾ വരുന്നുണ്ട്. ആ രീതിയിലാണ് പിന്നീടുള്ള വർക്കുകളൊക്കെ ഷെക്നറിന്റെ ഒക്കെ വർക്കുകളിൽ വരുന്നത്. അപ്പൊ ആ 2 രീതിയിൽ നമ്മൾ കാണേണ്ടതുണ്ട്. കലാമണ്ഡലത്തിന് ഒരു ഇന്റർനാഷണൽ പെർസ്പെക്റ്റീവ് കാണുന്നുണ്ട്, ആ രീതിയിലാണ് കാണേണ്ടത്. ആ കാലം മുതൽ തന്നെ ഇന്ററാക്ഷൻസ് ഭയങ്കരമായിട്ട്, ഇപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞത് മാതിരി തന്നെ നമ്മൾ അവിടെ നിന്നിട്ടുള്ള ഇങ്ങോട്ടുള്ള കാഴ്ച എന്താണെന്ന് അവിടെ പഠിച്ചിട്ടുണ്ടല്ലോ, കുറച്ചു കാലം പുറത്തുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് കലാമണ്ഡലത്തിലേക്കുള്ള കാഴ്ച എങ്ങനെയാണ്, അവിടെയുള്ള ആളുകൾ എങ്ങനെയാ ഇന്ത്യൻ ആർട്ടിനെയും അതിൽ കലാമണ്ഡലത്തിന്റെ സ്ഥാനവും എന്താണ്? അത് ഒരു ഇന്റർ കൾച്ചറൽ എക്സർസൈസ് എന്ന രീതിയിലാണ് അത് കണ്ടിട്ടുള്ളത്. പിന്നീട് അവർ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഫിസിക്കാലിറ്റി ആണ് കൂടുതലും അവര് ശ്രദ്ധിച്ചിട്ടുള്ളത്. കഥകളിയുടെയാണോ? ആ കഥകളിയുടെയും മിക്കവാറും നമ്മുടെ കേരളത്തിലെ എല്ലാ ഫോമിന്റെയും ഒരു ഫിസിക്കൽ ഇതിലാണ് ചെയ്തിട്ടുള്ളത്, ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. വിശേഷിച്ച് നമ്മുടെ എന്താ പറയുക പ്രാക്ടീസ് സ്ട്രക്ചേഴ്സും അതിനകത്ത് നമ്മൾ കഥകളിയിലുള്ള അതിനകത്ത് പിന്നീട് ഒരു ഫസ്റ്റ് സ്റ്റേജ് കൂടുതലും ആ ഒരു ഫിസിക്കൽ സ്ട്രക്ചേഴ്സിൽ നിലനിൽക്കുകയും, കാരണം ഒരു 50 മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ കൂടുതൽ ഇതൊരു കഥകളിയിലേക്ക് മാത്രമുള്ള ഒരു കോൺസെൻട്രേറ്റഡ് ഒരു അപ്രിസിയേഷൻ അല്ലെങ്കിൽ ഒരു ഫോം കാണുന്നു, അതിൻ്റെ ഒരു എസ്തെറ്റിക്സിൽ നിന്നിട്ട് എൻജോയ് ചെയ്യുന്നൊരു ചുറ്റുപാടായിരുന്നു ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഷെക്നറൊക്കെ വരുന്നുണ്ടെങ്കിൽ യുജിനോ ബാർബി വരുന്നുണ്ടെങ്കിൽ ഇതിന്റെ തിയേട്രിക്കാലിറ്റിയാണ് നോക്കിയത്. ഇതിന്റെ ഹൗ ദി തിയേട്രിക്കാലിറ്റി ഈസ് ബീങ് മാനിഫെസ്റ്റഡ് ഇൻ ദീസ് ഫോംസ്. ആ രീതിയിലാണ് അവർ കണ്ടിട്ടുള്ളത്. അതിൻ്റെ അകത്തൊരു എന്താ പറയാ എൻ്റെ സൈക്ക് അതേപോലെ തന്നെ ഫിസിക്, ഈ 2 കാര്യങ്ങളും അവർ നോക്കിയിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടത്. കാരണം അവർ പറയുന്നത് വെച്ചാൽ ഒരു എക്സ്പ്രസീവ്നെസ് ആ രീതിയിലാണ്. അത് പ്രധാനമായിട്ട് അവർ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എന്താ പറയാ 20ാം നൂറ്റാണ്ടിന്റെ ആദ്യം മുതൽ വരുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിയേറ്ററും ലിറ്ററേച്ചറുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. തിയേറ്ററും ലിറ്ററേച്ചറും വലിയൊരു കോൺഫ്ലിക്റ്റ് ആണത്. കാരണം അതുവരെ വളരെ ഈ നാടകത്തിന്റെ അവതരണം എന്ന് പറയുന്നത് വളരെ വിധേയമായിരിക്കണം എന്നൊരു സങ്കല്പം. അതായത് ഇപ്പൊ നാടകൃത്ത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സാക്രോസാങ്ക്ട്. മാറ്റാൻ പാടില്ല. സോ യു ഷുഡ് ബി ആൾവേസ് faithfully. That means you should be faithful to the text. വേറെ വ്യാഖ്യാനങ്ങളൊന്നും പാടില്ല. ഓക്കെ. അപ്പൊ വലിയൊരു മാറ്റം വരുന്നുണ്ട് ആ ഒരു 20ാം നൂറ്റാണ്ട്. അതിന്റെ ആ ഒരു മാറ്റത്തിനൊക്കെ തുടക്കം കുറിക്കുന്നത് എന്താ പറയാ അന്റോണിയോ ആർത്താട് മുതലാണ്. അദ്ദേഹം പറഞ്ഞത് നാടകവേദിയുടെ ഏറ്റവും വലിയ ബേർഡൻ ടെക്സ്റ്റ് ആണെന്ന് പറഞ്ഞത്. ഓക്കെ, ഏറ്റവും വലിയ ബേർഡൻ അതാണെന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പം പുള്ളി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഡസൻ ഗിവ് എ ഫീൽ. കാരണം പ്രധാനമായിട്ട് പറയുന്നത് ഇറ്റ് ഗീവ്സ് ഓൺലി പരാമർശിത അർത്ഥങ്ങൾ മാത്രമേ തരുന്നുള്ളൂ എന്നാണ്.
ഫിക്സഡ് ആണ്. ഈ പരാമർശം കാരണം നമ്മൾ നോക്കുന്നത് ഒരു റെഫറൻസിനാണ്. ഇറ്റ് ഗീവ്സ് ഓൺലി റെഫറൻഷ്യൽ മീനിങ്. ഓക്കെ, ആ റെഫറൻഷ്യൽ മീനിങ് മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പൊ അതിനകത്ത് എന്താ ചെയ്യുന്നൊരു കഥ പറയുകയാണ്. കണ്ടംപററി ആയിട്ടൊന്നുമില്ല, അല്ല, കഥ പറയുകയാണ്. അല്ലെങ്കിൽ അത് പിന്നീട് കുറച്ചുകൂടി ഇന്റർപ്രിട്ടേഷൻ വന്നു. പിന്നെ അതായത് ഇപ്പം നാടകത്തിന് അപ്പുറത്തായിട്ട് ഒരു ഇന്റർപ്രറ്റർ എന്ന് പറയുന്ന ഒരു ഘടകത്തിലേക്ക് ഒരു 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിന് മുതൽ ഇങ്ങോട്ട് ഒരു വിഷ്വൽ ഇന്റർപ്രിട്ടേഷനും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഐഡിയോളജിക്കൽ അല്ലെങ്കിൽ തിയററ്റിക്കൽ ഒരു ഇന്റർപ്രിട്ടേഷനും ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പം മറ്റേ ഡയറക്ടർ എന്ന് പറഞ്ഞ പ്രതിഭാസം ആ സമയത്തൊക്കെയാണ് വരുന്നത്. അങ്ങനെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ആർട്ടിസ്റ്റായിട്ട് മാറുന്നുണ്ട്. ബട്ട് അറ്റ് ദി സെയിം ടൈം ഈ ഒരു സാക്രോസാങ്ക്ട് നേച്ചർ ഓഫ് ടെക്സ്റ്റ് അത് ബ്രേക്ക് ചെയ്യപ്പെടുന്നത് ഒരു 50കൾക്ക് ശേഷം വ്യാപകമായിട്ട് ബ്രേക്ക് ചെയ്യപ്പെടുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കൂടി വേണം നമ്മൾ ഈ കഥകളിയുടെയൊക്കെയുള്ള മറ്റവരുടെ ഒരു താല്പര്യത്തെ കാണേണ്ടത്. കാരണം കഥകളി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ കൂടിയാട്ടമായാലും ശരി, അത് ശ്രദ്ധിക്കുന്നത് ടെക്സ്റ്റിന്റെ അല്ലെങ്കിൽ ടെക്സ്റ്റിനെ എങ്ങനെ അവതരണത്തിലൂടെ വിവിധ തലങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാം. സെയിം ടെക്സ്റ്റിലൂടെ, ഒരു ടെക്സ്റ്റിലൂടെ. കാരണം അവിടെ ടെക്സ്റ്റ് ഈസ് ഇമ്മെറ്റീരിയൽ. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, കഥ അറിയാതെ ആട്ടം കാണാൻ പോകരുത്. That means you are not going to see the story. കഥ അറിയാൻ വേണ്ടി. അതേസമയം ആധുനിക നാടകത്തിൽ പലപ്പോഴും ഞാൻ പറഞ്ഞ ഈ ഒരു കാലഘട്ടത്തിൽ കഥ അറിയുക എന്നുള്ളതാണ്. ഓക്കെ, കാരണം അത് ആട്ടത്തിലൂടെ അല്ല കഥ അറിയേണ്ടത്, കഥ നേരത്തെ അറിഞ്ഞിട്ട് പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ഗോയിങ് ദർ ടു സീ ദി പെർഫോമൻസ്. യെസ്, അതിൽ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. അല്ല, പെർഫോമൻസ് ടെക്സ്റ്റിൽ മാറ്റം. ടെക്സ്റ്റ് അങ്ങനെ നിൽക്കുന്നു. ടെക്സ്റ്റ് ഈസ് ഓൺലി എ ഫ്രെയിം വർക്ക്. ഓക്കെ, പെർഫോമൻസ് എന്ന് പറയുമ്പോൾ അത് പലപ്പോഴും അതൊരു വേറൊരു തരത്തിലൊരു ഫിക്ഷണൽ അല്ലത്. പല നമ്മുടെ ഒരു ട്രഡീഷണൽ പെർഫോമൻസിലും അത് ഫിക്ഷണൽ അല്ല, അത് യു ആർ ഡൂയിങ് ഇറ്റ്. ഇവിടെ ഇങ്ങനെ ഇത് നടക്കുന്നു എന്നുള്ള രീതിയിലാണ് ഒരു പെർഫോമൻസ് നടക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് എന്തുകൊണ്ടാണ് ഇപ്പം കലാമണ്ഡലം ഗോപിയുടെ നളം ഞാൻ വീണ്ടും വീണ്ടും കാണാൻ പോകുന്നത്? അത് ഓരോ ആ പെർഫോമൻസിനാണ് പറഞ്ഞത്. ഇപ്പം ആ ഒരു നളചരിതം പുതുതായിട്ട് കഥ അറിയാനൊന്നുമില്ല, ഒന്നുമില്ല ഇതിനകത്ത്. അപ്പൊ ഈ ഒരു പെർഫോമേറ്റിവിറ്റി എന്ന് പറയുന്നത് പ്രിസൈസ്ലി ദി പെർഫോമൻസ് ഈസ് നോട്ട് എ മാനിഫെസ്റ്റേഷൻ ഓഫ് റെഫറൻഷ്യൽ മീനിങ്സ്. ഇറ്റ് ഈസ് ഗിവിങ് എ പെർഫോമേറ്റീവ് മീനിങ്. അപ്പൊ ആ ഒരു ഇതിന്റെ ഭാഗമായിട്ട്, ആ ഒരു ആശയത്തിന്റെ ഭാഗമായിട്ടാണ് ഉള്ള അന്വേഷണങ്ങളാണ് മിക്കവാറും റിച്ചാർഡ് ഷെക്നറിന്റെയും അതേപോലെ തന്നെ യൂജിനോ ബാർബയുടെയും ഒക്കെ ആ ഒരു പീറ്റർ ബ്രൂക്കിന്റെ ഒക്കെ ഒരു സംരംഭങ്ങളായ അതിന്റെ ഭാഗമായിട്ടാണ് അവരൊക്കെ ഇവിടെ വന്നതും. ഇത് പഠിക്കുക, ഈ കഥകളിലുള്ള ആ ഒരു എലിമെന്റ് പഠിക്കാൻ വേണ്ടിയാണ് അവർ വന്നിട്ടുള്ളതും. അതിനുവേണ്ടിയാണ് ഇവിടുത്തെ പഠന പദ്ധതിയോ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് സിസ്റ്റം അവർ അഡോപ്റ്റ് ചെയ്യാൻ പഠിച്ചിട്ടുള്ളത്. ഇപ്പോഴും അത് അറിയാൻ മുഷ്കിൻ തുടങ്ങിയിട്ടുള്ള എല്ലാവരും വിശേഷിച്ച് നമ്മൾ ഈ ഒരു സ്വഭാവം പല ഏഷ്യൻ പെർഫോമൻസ് കൾച്ചേഴ്സിലും ഉണ്ട്. കാരണം അത് ഇതിപ്പോൾ പഴയ ഒരു ക്യാരക്ടറൈസേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, ആ ഒരു ക്യാരക്ടറൈസേഷൻ എന്ന് പറഞ്ഞ സംഭവം പലപ്പോഴും ഇതിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്, ധാരാളം മാറി. കാരണം ഞാൻ ഇങ്ങനെ ഇത് ചെയ്യുന്നു, അതങ്ങനെ. കാരണം വെച്ചാൽ പലപ്പോഴും ഞാനിപ്പം എന്താ പറയുക, പണ്ടൊക്കെ ഇതൊക്കെ വളരെ പണ്ടൊക്കെ എന്താ പറയുക സ്റ്റാനിസ്ലാവ്സ്കി എന്നൊക്കെ പറഞ്ഞ ഈ ആക്ടർ ട്രെയിനേഴ്സിന്റെ ഒക്കെ ഇതിന് ഘടകവിരുദ്ധമായിട്ടുള്ളൊരു സമ്പ്രദായമാണിത്. സ്റ്റാനിസ്ലാവ്സ്കിയുടെ അല്ലെങ്കിൽ ആ ഒരു സിദ്ധാന്തങ്ങളും പലപ്പോഴും ഇതിന്റെ ഒരു എന്താ പറയാ ട്രെയിനിങ് ഒക്കെ ഉപയോഗിച്ചേക്കാം. 60കൾക്ക് ശേഷം കൂടിയാട്ടം ഇവിടെ 65 കലാമണ്ഡലത്തില് കോഴ്സായിട്ട് പുതിയതായിട്ട് വരുന്നുണ്ട്, പുതിയ കോഴ്സുകൾ ആഡ് ചെയ്യപ്പെടുന്നുണ്ട്, അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഈ നമ്മൾ ആദ്യം പറഞ്ഞ വിശ്വഭാരതിയും മറ്റ് കലാക്ഷേത്രയൊക്കെ പോലുള്ള അതിനൊക്കെ സംഭവിക്കുന്ന തരത്തിലുള്ള മാറ്റം കേരളീയ കലകളെ ബേസ് ചെയ്തിട്ടുള്ള കലാമണ്ഡലത്തിന് ആ തരത്തിലുള്ള ഒരു സ്റ്റേച്ചറിലേക്കൊക്കെ ആ സമയങ്ങളിൽ ഉയരുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? അതായത് ആ ഒരു പാറ്റേണിൽ ഇത് പോയിട്ടുണ്ടോ? ഇല്ല, അത് രണ്ട് തരത്തിലാണ് കാണുന്നത്. ഒന്ന്, കലാക്ഷേത്ര ഒരു സിംഗിൾ ഫോമിലാണ് ശ്രദ്ധിക്കുന്നത്. ഒറ്റ ഫോം കൂടുതലും പ്രൈമറിലി ഫൈൻ ആർട്സ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് അവിടെ, ശ്രദ്ധിക്കുന്ന ഒരു ഒറ്റ ഫോമിലാണ് ശ്രദ്ധിക്കുന്നത്. പക്ഷെ കലാമണ്ഡലം ആദ്യം മുതലേ തന്നെ ഒരു കേരള കലാമണ്ഡലം എന്നുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പിന്നീട് മോഹിനിയാട്ടം വരുന്നു, തുള്ളല്, അതേപോലെ ഈ കൂടിയാട്ടം. അത് എനിക്ക് തോന്നുന്നു കൂടിയാട്ടത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് അത് കുറച്ചുകൂടെ വളരെ വിപ്ലവകരമായ ഒരു മാറ്റമാണ്. കൂടിയാട്ടത്തിന്റെ രാഷ്ട്രീയമായിട്ടുള്ളൊരു മാറ്റമാണത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്
അത്രയും കാലവും വളരെ ഒരു അനുഷ്ഠാനത്തിൻ്റെ ഒരു സന്ദർഭത്തിൽ മാത്രം നിലനിന്നൊരു ഫോമിന് 1949 ഇത് പുറത്തു വരുന്ന അന്നാണല്ലോ. അപ്പോൾ അതിനുശേഷം ഇത് എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള, അറിയാമല്ലോ, അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കൂത്തമ്പലത്തിലേക്കുള്ള പ്രവേശനം എന്നൊക്കെ പറയുന്നത് എപ്പോഴും വളരെ ഒരു എന്താ പറയുക റെസ്ട്രിക്റ്റഡ് ആയിട്ട് എൻട്രി ഉള്ളൊരു സ്ഥലമാണത്. അപ്പോൾ ഇതിനെക്കുറിച്ച് സാധാരണ എന്താ പറയുക, ഈ കുത്ത് എന്തുകൊണ്ട് പുറത്തുപോയി എന്നുള്ളതിനെ കുറിച്ച് പറയുന്നത് ധാരാളം പറയുന്നത് അനക്ഡോട്ട് എന്ന് പറയുന്നത്, ഒരിക്കൽ ഈ തേക്കുംകാട് മൈതാനത്തിരിക്കുമ്പോൾ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി പെങ്കുളം രാമചാക്യരോട് ചോദിച്ചു, എടോ ഇത് എനിക്കെന്നാ ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെയൊക്കെ ഒരു അങ്ങനെ അതിനകത്തൊരു ആ ചോദ്യത്തിലൊരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ഭാഗം അതുപോലെ തന്നെയാണ് പണ്ട് നമ്മുടെ ചുമാർ ചൂണ്ടലൊക്കെ കൂതമ്പലത്തിൽ കയറാൻ വേണ്ടിയിട്ട് ആര്യ സമാജത്തിൽ പോയിട്ട് മതം മാറി, അങ്ങനെയൊക്കെ ധാരാളം കഥകളുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വരുന്നത്. പക്ഷെ അതേപോലെ തന്നെ ഇവിടെ വന്നതിന് ശേഷം വേറെ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൂടിയാട്ടം ഇന്ന് നിലനിൽക്കുന്നത്, അതിന്റെ ഇഷ്യൂസ് ഇല്ലെന്നല്ല പറയുന്നത്, പക്ഷെ ഇന്ന് നിലനിൽക്കുന്ന കലാമണ്ഡലത്തിന്റെ ഒരു പബ്ലിക് സ്ഫിയറിൽ അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിൽ പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന ഒരു കലാരൂപമായിട്ട് നിലനിൽക്കുന്നത് കലാമണ്ഡലത്തിന്റെ ഇന്റർവെൻഷൻ കൊണ്ട് മാത്രമാണ്. അങ്ങനെ ഒരു പ്രദേശം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഥകളിക്കില്ലാതിരുന്ന ധാരാളം റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്ന ഒരു ഫോമായിരുന്നു. കാരണം പ്രത്യേക ഒരു ജാതികളുമായി ബന്ധപ്പെട്ട ഒരു ഓണർഷിപ്പ്, അതേപോലെ തന്നെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട എന്താ പറയുന്ന ഒബ്സർവേഷൻസ്. അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു സെക്കുലാർ കോണ്ടെക്സ്റ്റിൽ ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനെ ഒരു ഫോം വരുന്ന ഉടനെ അവിടെ ധാരാളം ഇന്റർവെൻഷൻ ഇതിൽ വേണ്ടിവരും, ഈ ഫോമിൽ തന്നെ വേണ്ടിവരും. അതിവിടെ സംഭവിച്ചിട്ടുണ്ട്. കാരണം ധാരാളം അതിൻ്റെ അകത്ത് പലപ്പോഴും ഇന്നിപ്പോൾ നമ്മൾ കൂടിയാട്ടത്തിൽ കാണുന്ന അതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു മെറ്റീരിയൽ കൾച്ചർ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു എന്താ പറയുക കോസ്റ്റ്യൂംസ് അല്ലെങ്കിൽ ഹെഡ് ഗിയർ, ആ ഒരു കോസ്റ്റ്യൂം ബേസ്ഡ് അറ്റാച്ച്മെന്റ് എല്ലാം നമ്മുടെ ഏകദേശമൊക്കെ ഇവിടെ വന്നിട്ട് ഡിവൈസ് ഇവിടെ വെച്ച് ഫോർമുലേറ്റ് ചെയ്തതാണ്. അതേപോലെ തന്നെ മറ്റു സമുദായങ്ങളുള്ള കുട്ടികളൊക്കെ ഇത് പഠിക്കാൻ വരുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്. അതിലുപരിയായിട്ട് എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഒരു കേരളത്തിന്റെ ഒരു നാടക പാരമ്പര്യത്തിൽ ഏറ്റവും കാമ്പുറ്റ ഒരു ഫോമാണ് കൂടിയാട്ടം. കാരണം അത്രമാത്രം, ഉദാഹരണത്തിന് ഇപ്പം പലപ്പോഴും നമ്മളിപ്പോൾ ഒരു എന്താ പറയാ ഈ അഭിനയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് വളരെ സങ്കീർണവും അതേപോലെ തന്നെ വളരെ ക്ലിഷ്ടവുമായിട്ടുള്ള ധാരാളം പ്രാക്ടീസ് പരിശീലന പദ്ധതികളും ഒക്കെ ആവശ്യമുള്ളതാണ്. ഒപ്പം ഒരു സാഹിത്യത്തിന്റെ ഉണ്ട്. സാഹിത്യം എന്ന് പറയുമ്പോൾ അത് സംസ്കൃത സാഹിത്യമാണെങ്കിലും അതിന് പാരലായിട്ട് പ്രാകൃതവും മറ്റ് ഭാഷയുടെ ഒരു ഇടപെടലും അതിലുണ്ടെങ്കിൽ തന്നെ, പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു കൂടിയാട്ടത്തിന്റെ ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ഗ്രാവിറ്റി ഉള്ള ഒരു ഫോമാണ് കൂടിയാട്ടം. പക്ഷെ അത് ഇനിയും കുറച്ചുകൂടെ, ഞാൻ വ്യക്തിപരമായി പറഞ്ഞു കഴിഞ്ഞാൽ കൂടിയാട്ടം മലയാളത്തിൽ ചെയ്യേണ്ടതുണ്ടെന്ന് പറയും. അതിപ്പോഴും സംസ്കൃതത്തിലാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കുറച്ചുകൂടെ അത് മലയാളത്തിൽ എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ എന്നുള്ളത് എനിക്ക് തോന്നാറുണ്ട്. കാരണം അത്രയും എന്താ പറയാ ഈ ലാംഗ്വേജിന്റെ പേരിൽ ആക്സസിബിലിറ്റി ഇല്ലാതെ വരുന്ന, അതിലുപരിയായിട്ട് ഇത് കേരളത്തിലുള്ള ഫോമാണിത്. അപ്പം ഇത് ഒരിക്കലും പലപ്പോഴും പ്രമുഖരായ ഈ ഇതിന്റെ എന്താ പറയുന്ന എക്സ്പോണൻസ് എല്ലാം തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ആർഗ്യുമെന്റ്. നമ്മുടെ മലയാള ഭാഷയിൽ എന്തുകൊണ്ട് കൂടിയാട്ടം ചെയ്തുകൂടാ, അല്ലെങ്കിൽ നങ്ങ്യാർകൂത്ത് ചെയ്തുകൂടാ, അങ്ങനെ ഉള്ള ചിന്തകളും ഇങ്ങനെ ഡിസ്കഷൻ നടക്കുന്നുണ്ട് അതിനെപ്പറ്റി. ഈ ഒരു ഏതാണ്ട് 100 വർഷത്തെ 95 വർഷത്തെ ഒരു ചരിത്രത്തിൽ ഈ ക്ലാസിക്കൽ കലകൾ നമ്മളിവിടെ പഠിപ്പിക്കുമ്പോൾ കലാമണ്ഡലത്തിന്റെ പ്രത്യേകത മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഒരു വ്യത്യസ്തതയായിട്ട് നമ്മൾ എല്ലാ കാലത്തും ഓൺ ചെയ്യുന്നതും പറയുന്നതും ഇതിന്റെ ചിട്ടയായ പരിശീലനം, അതേ രീതിയിൽ പുറത്തിറങ്ങുന്ന ഒരു വിദ്യാർത്ഥി എന്ന് പറയുന്നത് അത്രയും പെർഫെക്റ്റായിട്ട് ആ കലയെ അറിയുകയും പരിശീലിക്കുകയും പരിശീലിപ്പിക്കാൻ പ്രാപ്തമാവുകയും ചെയ്യുന്ന രീതിയിലുള്ളൊരു പരിശീലനം. അത് നമ്മൾ കൃത്യമായിട്ട് തന്നെ കാലത്തിൻ്റെ ഇതിനനുസരിച്ച് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ തന്നെയാണോ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിനകത്ത് ഈ ചോദ്യത്തിൽ ധാരാളം ഇഷ്യൂസ് ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പദ്ധതി എന്ന് പറയുന്നത് അത് ഡിബേറ്റബിൾ ആണ്. ഓക്കെ. കാരണം ഇത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഇതിനകത്ത് പറ്റിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അക്കാഡമീഷ്യൻ എന്ന രീതിയിൽ എൻ്റെ ഒരു ടേക്ക് എന്ന് പറയുന്നത്, ഇത് നമ്മൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുമ്പോൾ സംഭവിച്ചത്, ഇതിനൊരു പുതിയൊരു വിദ്യാഭ്യാസ ക്രമത്തിൽ ഉണ്ടാവേണ്ട
മാറ്റങ്ങൾ ഈ അതിന്റെ പഠന പദ്ധതിക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു Curriculum-ത്തിൽ. സ്ട്രക്ചറിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പം നമ്മളിപ്പോൾ അതിൻ്റെ ഒരു മെത്തഡോളജി എന്നൊക്കെ പറയും, രീതിശാസ്ത്രം എന്ന് പറയുന്നത് ഇത് പ്രധാനമായിട്ടും നമ്മൾ ആദ്യകാലം മുതൽ ഇത് നടന്നു വരുന്ന ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അനുകരണവും ആവർത്തനവുമാണ്. Okay. കാരണം ഇപ്പം നമ്മളിപ്പം ഒരു ഗുരുവിനെ അനുകരിക്കുക, അത് ആവർത്തിക്കുക, പിന്നെ അതിൽ ഒരു നടൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ പെർഫോമർ എന്ന രീതിയിൽ ഇംപ്രവൈസേഷൻ അല്ലെങ്കിൽ ഇന്നോവേഷൻ എന്നുള്ള രീതിയിൽ ആ രീതിയിൽ ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും നമുക്ക് ഇതിനൊരു വ്യക്തമായ ഒരു മെത്തഡോളജി വന്നിട്ടില്ല. ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ഒരു സ്ട്രക്ചർ വന്നിട്ടില്ല. അപ്പം നമ്മളിപ്പം ഒരു വിദ്യാർത്ഥി കഥകളി പഠിക്കാൻ വരുന്ന ഒരു വിദ്യാർത്ഥി നേരിട്ട് ഈ കഥകളിയുടെ ഒരു ബോഡി ട്രെയിനിങ്ങിലേക്ക് പോവാണ്. അപ്പൊ അങ്ങനെ വരുന്ന ഉടനെ ഹിസ് ബോഡി ഈസ് ബിക്കമിങ് ലിമിറ്റഡ് ടു ദാറ്റ് ഫോം. അതുകൊണ്ട് തന്നെ ഈ ഒരു മറ്റൊരു കോണ്ടെക്സ്റ്റിലേക്ക് ഈ ബോഡി എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള പ്രശ്നമുണ്ട്. മാത്രമല്ല ഈ ഒരു എന്താ പറയുക, ആവർത്തനം വേണം, ഇല്ല എന്നല്ല പറയുന്നത്, അനുകരണവും വേണം. ബട്ട് അറ്റ് ദി സെയിം ടൈം ഇതിൻ്റെ ഒരു സ്വരൂപ ഘടനയുണ്ടല്ലോ. ഇപ്പോൾ ഒരു ഹയറാർക്കിക്കൽ സ്ട്രക്ചർ ഉണ്ട്. ഇപ്പോൾ ഒരു ചെറിയ ഒരു ട്രെയിനിങ് യൂണിറ്റിൽ നിന്ന് നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു യൂണിറ്റിലേക്ക് എത്തി പൂർണ്ണമാവുന്ന രീതി ഉണ്ടല്ലോ. നമ്മുടെ ഭാഷയിലൊക്കെ കാണുന്ന പോലെ അക്ഷരത്തിൽ തുടങ്ങി വാക്കിൽ കൂടെ പദത്തിലെത്തി അങ്ങനെ വരുന്നൊരു ഹയറാർക്കിക്കൽ സ്ട്രക്ചർ ഇല്ലേ. പക്ഷെ അങ്ങനെ ഒരു സ്ട്രക്ചറിലേക്ക് ട്രെയിനിങ് പോകുന്നില്ല. അത് ഒരാവശ്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരുന്നുണ്ടേ ഇതിപ്പോൾ പലപ്പോഴും നമ്മളിപ്പം ഇതൊരു സയന്റിഫിക് ആവുന്നത് എപ്പോഴാണ്? അത് ഒരു ചിട്ടയോടുകൂടി അതിനൊരു സിസ്റ്റം ഉണ്ടാവുമ്പോഴാണ്. അപ്പം ആ ഒരു സിസ്റ്റത്തിലേക്ക് ഒരു പെഡഗോഗിക് അല്ലെങ്കിൽ ഒരു കരിക്കുലാർ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ലെസൺ ബേസ്ഡ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളിപ്പം ഈ തലമുറകൾ മാറി, നമ്മുടെ ഒരു ജനറ്റിക്കലി ധാരാളം മാറിക്കഴിഞ്ഞു ആൾക്കാരൊക്കെ. ആ സമയത്ത് കാലാവസ്ഥ എല്ലാം മാറുന്നു. അങ്ങനെ വരുന്ന ഉടനെ നമ്മൾ ഒരു 19-ാം നൂറ്റാണ്ടിൽ നമ്മൾ ഫോളോ ചെയ്തിരുന്ന ഒരു മെത്തഡോളജി, അതിനിടയ്ക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ധാരാളം വന്നിട്ടുണ്ട്. പക്ഷെ അത് ആ ഒരു പാറ്റേണിലാണോ നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിനുള്ള ചിന്തകൾ നടക്കുന്നുണ്ട്, അവിടെ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന ഉടനെ കുറച്ചുകൂടെ പഠനം എളുപ്പമാവും. കാരണം ഉദാഹരണത്തിന് ഇപ്പം നമ്മളിപ്പം പ്രധാനമായിട്ടും അറിവും അഭ്യാസവും ഒരുമിച്ച് പോകുന്ന ഒരു സിസ്റ്റം ഉണ്ടാവണം. അത് അഭ്യാസത്തിൽ മാത്രം നിന്നുകൊണ്ട് നമുക്ക്, കാരണം എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ഒരു കുട്ടി മനസ്സിലാക്കണം, പറയാനും ആ രീതിയിൽ വരുമ്പോൾ ലേണിംഗ് വിൽ ബി വെരി ഈസി. ഓക്കെ, ആ ഒരു രീതി ഉണ്ടാവേണ്ടതുണ്ട്. കാരണം ഇത് പ്രിസൈസ്ലി അത് എല്ലായിടത്തും പ്രശ്നമാണ് കേട്ടോ. അത് കഥകളിയുടെ മാത്രം പ്രശ്നമല്ല, പിന്നെ സ്കൂൾ ഓഫ് ഡ്രാമയിലെയും പ്രശ്നമാണത്, ഇപ്പം നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലെയും പ്രശ്നമാണ്. കാരണം ഒരു ഇൻഫോംഡ് പ്രാക്ടീസ്, ദാറ്റ്സ് മോർ ഇമ്പോർട്ടൻറ്റ്. കാരണം ഒരു പ്രത്യേക നിലയിൽ അല്ലെങ്കിൽ ഒരു പോസ്റ്റിൽ ഒരാൾ നിൽക്കാൻ അയാളെ ട്രെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ വൈ ഷുഡ് ഹി സ്റ്റാൻഡ്? ആ ഒരു പോസ്റ്ററിൽ എങ്ങനെ എന്തിന് നിൽക്കണം എന്നുള്ളതിനെ കുറിച്ച് അറിയണം. അത് പറയേണ്ട ഒരു പുതിയൊരു ചുറ്റുപാടിൽ നമ്മളത് അറിയേണ്ടതുണ്ടല്ലോ. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് സാധാരണ നമ്മളിപ്പോൾ ഒരു പേഷ്യന്റിന് മരുന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ മരുന്ന് കൊടുക്കുന്നതെന്ന് സാധാരണ ഡോക്ടർ പറയാറില്ല. കാരണം അങ്ങനെ ഇതൊരു സാധാരണ അങ്ങനെ എന്ന് പറഞ്ഞ മാതിരി തന്നെ നമ്മളിപ്പോൾ ഒരു കുട്ടിയെ നമ്മളിത് പഠിപ്പിക്കുന്ന ഉടനെ എന്തിനാണിത് ചെയ്യുന്നതെന്ന് അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇതിൻ്റെ അനുബന്ധ ഘടകങ്ങളുമായിട്ടുള്ള ഒരു കൊളാബറേഷൻ എങ്ങനെ നടക്കുന്നു എന്നുള്ളത്. കാരണം ഇതൊരു പലപ്പോഴും ഇത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമ്മുടെ ഈ ഒരു കഥകളി, വിശേഷിച്ചും കഥകളി എന്ന് പറയുന്ന ഫോമിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഉദാഹരണത്തിന് പല നടന്മാരും പല സ്ഥലത്തുനിന്ന് വരുന്നു, പാടുന്ന ആൾ വേറെ സ്ഥലത്തു നിന്നും. അപ്പം അതൊരു ഒരു ഡീസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സാധനം ഒരിടത്ത് വന്ന് സ്ട്രക്ചേർഡ് ആവുകയാണ്. അങ്ങനെ വരുന്ന ഉടനെ വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ഈ റിഹേഴ്സലിലൂടെ അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു കണക്ഷൻ ഇല്ലാതെ വരുന്നുണ്ട് ഇവിടെ. അങ്ങനെ ഒരു കണക്ഷൻ അത് സ്റ്റേജിൽ ആ സമയത്തുണ്ടാവുന്ന ഒരു പ്രവർത്തനം മാത്രമാണ് സംഭവിക്കുന്നത്. പക്ഷെ അപ്പൊ ഈ കോർഡിനേഷൻ പ്രശ്നം വരില്ല. അല്ല ഈ കോർഡിനേഷൻ അവിടെ എന്ന് വെച്ചാൽ സ്റ്റേജിൽ മാത്രമാണ് ഇപ്പൊ ഈ കോർഡിനേഷൻ സംഭവിക്കുന്നത്. നാടകത്തിനെ മാതിരിയല്ല. അല്ലല്ല, സ്റ്റേജിൽ മാത്രമാണ് ഈ കോർഡിനേഷൻ സംഭവിക്കുന്നത്. പക്ഷേ
it will be more expressive and it will be more meaningful when ആ ഒരു പുതിയൊരു റിഹേഴ്സൽ കോണ്ടെക്സ്റ്റിലേക്ക് ഇതൊക്കെ വരികയും അങ്ങനെ ചെയ്തെടുക്കുന്ന അത് ഒരു വേള പലപ്പോഴും എന്താ പറയുക, ഈ ഒരു ഫോമിന്റെ പ്രശ്നമാവാം. ഇതേപോലെയുള്ള ഫോം ഇഷ്യൂസ് പലപ്പോഴും ഈ ആന്ധ്രാപ്രദേശിലുള്ള പദ്യനാടകം എന്ന് പറഞ്ഞൊരു ഫോമുണ്ട്, അതിനും ഈ പ്രശ്നമുണ്ട്. ഇതേപോലെ തന്നെ ഇഷ്യൂസ് ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുക, രാവണൻ ഒരു സ്ഥലത്തു നിന്ന് വരും, രാമൻ വേറൊരു സ്ഥലത്തു നിന്ന് വരും, സീത വേറൊരു സ്ഥലത്തു നിന്ന് വരും. കാരണം അവിടെ ടെക്സ്റ്റാണ്. അവിടെ ഇത്രയും ക്ലിഷ്ടമായ മൂവ്മെന്റോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ടെക്സ്റ്റ് ചൊല്ലുക എന്നുള്ളതാണ്, അല്ല ഡെലിവർ ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു വേർഡ്സിൽ ഇങ്ങനെ ഡെലിവർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവരെ സംബന്ധിച്ചുള്ള പ്രസക്തമാണ്. ഇവിടെ ഇതല്ല, കുറച്ചുകൂടെ ഫിസിക്കാലിറ്റിയും ഒക്കെ ഉള്ള. അങ്ങനെയാണ്. ഇത് എവിടെയാ തടസ്സം നിൽക്കുന്നത്? അതായത് ഈ പറയുന്ന പോലെ അനുകരണം എന്ന് പറയുന്നുണ്ടല്ലോ, അത് അധ്യാപക തലത്തിലാണോ ഈ പറയുന്ന ഒരു പ്രശ്നം നിൽക്കുന്നത്, അതോ ഈ രീതിയിലാണോ പ്രശ്നം നിൽക്കുന്നത്? ഇതിന്റെ ഒരു ബേസിക് ഇഷ്യൂ ഇതിങ്ങനെ ഒരു തുടർച്ചയാണ്. കരിക്കുലത്തിൽ അത്തരം മാറ്റങ്ങൾ സംഭവിക്കും. ആ രീതിയിലുള്ള മാറ്റങ്ങൾ കരിക്കുലത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഇതിന്റെ ബേസിക് ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളൊരു എന്താ പറയാ, 20ാം നൂറ്റാണ്ടെന്ന് പറയുന്നത് ഇറ്റ്സ് എ സെഞ്ചുറി ഓഫ് റീസൺ, യുക്തിയുടെ ഒരു നൂറ്റാണ്ടുകളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. പക്ഷേ പല ഫോമുകളുടെയും പ്രാക്ടീസിൽ ഇപ്പോഴും നിൽക്കുന്നത് ഫെയ്ത്താണ്, ബിലീഫാണ് നിൽക്കുന്നത്. അപ്പൊ ഇതൊരു ഒരു വിശ്വാസമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണുള്ളത്. എന്തുകൊണ്ടാണ് ഇതിനെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റില്ല? അപ്പൊ ഇതൊരു വിശ്വാസമാണ്. കാരണം അതെ, അത് ഇപ്പൊ നമ്മളൊരു ദൈവവിശ്വാസിയോട് ചോദിക്കുന്ന പോലെ കിട്ടുന്ന ആൻസറും ഇതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. കാരണം ഇതിന് യുക്തിയുടെ ഒരു ബലമില്ലാതെ പോകുന്നുണ്ട്. അതൊരു വലിയ പ്രശ്നമാണ്. കാരണം അത് ആ മാറ്റങ്ങൾ വിശ്വാസലംഘനമായിട്ടായിരിക്കും. അതെ, ഇതൊക്കെ ടാബൂസ് ആയിട്ടാണ് പലതും അങ്ങനൊക്കെ ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പലപ്പോഴും എനിക്കൊന്നും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ ഐ തിങ്ക് കലാമണ്ഡലം ഷുഡ് ആ ഒരു സാധിക്കേണ്ടതുണ്ട്. ആ ഒരു രീതിയിലേക്ക് നമ്മൾ കാണേണ്ടതുണ്ട്. പക്ഷെ പുതിയ തലമുറയിലുള്ള അധ്യാപകരും ആർട്ടിസ്റ്റുകളും ആ രീതിയിലേക്കുള്ള ചിന്ത കൊണ്ടുവരുന്നവരാണ്. മാത്രമല്ല ആ ഒരു ചിന്ത നമ്മൾ ആ ഒരു പുതിയ തലമുറയിലാണ് അത് ഉണ്ടാവേണ്ടത്. കാരണം ഇതിനൊരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇതൊരു പാരമ്പര്യ കലയാണ് എന്ന് പറയുമ്പോൾ മെനി ഓഫ് ദം ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് ആൻ ഓൾഡ് ഫിനോമിനൻ. ഇതൊരു പഴയ കാര്യമാണ്, ഇത് അതേപോലെ കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതെന്നാൽ അങ്ങനെയല്ല. ബേസിക്കലി ഇപ്പൊ നമ്മളിപ്പോ ഒരു 20ാം നൂറ്റാണ്ടിന്റെ ആദ്യം എന്താ പറയുക 1914 കോട്ടയത്ത് നടന്ന നരകാസുരവധം കഥകളിയുടെ ഫോട്ടോകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന കോസ്റ്റ്യൂംസ് ഒന്നും അല്ല, അല്ലെങ്കിൽ ഹെഡ് ഗിയർ ഒന്നും അല്ല അവർ ഉപയോഗിച്ചിട്ടുള്ളത്. അതൊക്കെ മാറിയിട്ടുണ്ട്, ഇവിടെയും മാറിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ എന്താ പറയാ, ഈ പട്ടിങ്കാന്തൊടി രാവുണ്ണി മേനോൻ അദ്ദേഹത്തിന്റെ വേറെ ആളുടെ കമന്റ് കേട്ടിട്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് അഭിനയം വരുന്നില്ല എന്ന് ആരോ കമന്റ് ചെയ്തപ്പോൾ അദ്ദേഹം വീണ്ടും, അതായത് അദ്ദേഹം വളപ്പുണ മനയിൽ നിന്നും ആദ്യം പഠിച്ചു, പിന്നെ പെർഫോമൻസ് നടക്കുമ്പോൾ ആരോ ഒരു കമന്റ് പറഞ്ഞു. അപ്പൊ ഉടനെ അദ്ദേഹം കൊടുങ്ങല്ലൂർ കുഞ്ഞുണ്ണി തമ്പുരാന്റെ അടുത്തേക്ക് പോയി അഭിനയം പഠിക്കാൻ വേണ്ടി. ഓക്കെ, പിന്നീട് അദ്ദേഹം കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട ആ ഒരു മേഖലയിലും അദ്ദേഹം പഠിക്കാൻ ശ്രമിച്ചു. അപ്പൊ അങ്ങനെ പല സ്രോതസ്സിൽ നിന്നാണ് ഇത് വളർന്നു വന്നിട്ടുള്ളത്. ഇപ്പൊ കലാമണ്ഡലത്തിന് ഇപ്പം ഒരു ശൈലി എന്ന് പറയുന്നത് പട്ടിക്കാന്തോടിയുടെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ടാണ് പറയപ്പെടുന്നത്. അതാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അങ്ങനെ അത് ഒരിക്കലും നോട്ട് ഐസൊലേറ്റഡ്. അത് മൾട്ടി ലീനിയർ ആണ്. പലയിടത്തുനിന്നും സോഴ്സുകൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം പലപ്പോഴും ഒരു വിശ്വാസത്തിനെ മാത്രം അടിസ്ഥാനമാക്കിക്കൊണ്ട് പോകുന്ന ഒരു രീതി പലപ്പോഴും അതിവിടെ മാത്രമല്ല, കഥകളിയുമായി ബന്ധപ്പെട്ട ട്രെയിനിങ്ങിലെല്ലാം പല സ്കൂളുകളിൽ ഇത് നമ്മൾ കാണുന്നുണ്ട്. അത് മാറേണ്ടതുണ്ട്. കാരണം ഒരു പുതിയൊരു സാഹചര്യത്തിൽ പുതിയ കുട്ടികൾക്ക് വേണ്ടി അവരുടെ ഇമാജിനേഷൻ അല്ലെങ്കിൽ അവരുടെ ഭാവനകൾക്കനുസരിച്ചിട്ട് ഈ ഫോമിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു വാതായനങ്ങൾ നമ്മൾ തുറന്നു കൊടുക്കേണ്ടതുണ്ട്. അതിലുപരിയായിട്ട് നമ്മൾ കാണേണ്ട വേറൊരു കാര്യം, ട്രഡീഷണൽ എക്സ്പ്രഷൻസ് ആയാലും മോഡേൺ എക്സ്പ്രഷൻസ് ആയാലും ശരി, ദർ ഇസ് വൺ കോമൺ തിങ് ഇസ് ദാറ്റ് ഇറ്റ്സ് കണ്ടംപററി. ഓക്കെ, കാലികമായിരിക്കണം. അത് കാലികമാണ്.
അത് കാരണം ഇപ്പോൾ ഇത് നമ്മൾ കഥകളി നമ്മളിപ്പം കൊണ്ട് നടക്കുന്നതുകൊണ്ട് തന്നെ അത് കാലികമായ ഒരു ഫോം തന്നെയാണത്. അവിടെ ടെക്സ്റ്റിൽ മാറ്റം വരുത്താതെ ഫോമിൽ മാത്രം മാറ്റം വരുത്തിക്കൊണ്ട് കാലികമായിട്ട് നിൽക്കൽ സാധ്യമല്ലല്ലോ. അപ്പൊ രണ്ടിലും ഒരേ സമയത്ത് ഈ പറയുന്ന പൊളിച്ചെഴുത്തോ അല്ലെങ്കിൽ കണ്ടംപററിനെസ് കൊണ്ടുവരേണ്ട ആവശ്യം വരില്ലേ? കണ്ടംപററിനെസ് എന്ന് പറയുന്നത് എന്താ പറയാ, അത് കൊണ്ടുവരേണ്ടതല്ലെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇന്നിപ്പം എന്താ പറയാ, 2025 കഥകളി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് 2025 ഫോമാണത്. ക്ലാസിക്കൽ മോഡേൺ ഇതിന്റെ പാരലായിട്ടുണ്ട്. ക്ലാസിക്കൽ ഫോമാണ്, പക്ഷെ അത് കണ്ടംപററി അല്ലാന്ന് പറയാൻ പറ്റില്ല. കാരണം അത് കമ്മ്യൂണിക്കേറ്റ്, കാരണം ഇന്ന് ഇതിനൊപ്പം നിലനിൽക്കുന്നതാണ്. അതിന്റെ അപ്രീസിയേഷൻ വ്യത്യാസം ഉണ്ടാവാം, അതിന്റെ കൺസംഷൻ അല്ലെങ്കിൽ എന്താ പറയാ ഒരു റിസപ്ഷനിൽ വ്യത്യാസം ഉണ്ടാവാം. പക്ഷേ ഇറ്റ് ഈസ് കണ്ടംപററി അലോങ് വിത്ത് what we can say cyber art or ഡിജിറ്റൽ ആർട്ടിനോടൊപ്പം തന്നെ നിൽക്കല്ലേ. ഞാൻ കഥകളിയുടെ കാര്യം മാത്രമല്ല പറയുന്നത്, ഇപ്പോൾ അല്ലാത്ത പെർഫോമിംഗ് ആർട്സ് ഉണ്ടല്ലോ. ഇപ്പോൾ നൃത്തരൂപങ്ങളാണെന്നുണ്ടെങ്കിലും മറ്റ് തിയേറ്ററിക്കൽ ആർട്ട് ഫോംസ് ആണെങ്കിലും ഒക്കെ നമ്മൾ ആർട്ടിസ്റ്റുകളുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് പുതിയ കൃതികളെ വ്യാഖ്യാനിക്കാത്തത്, പുതിയ കൃതികളെ പെർഫോം ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ നോക്കുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഴയത് തന്നെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ സ്വന്തമായിട്ടുള്ള വ്യാഖ്യാനങ്ങളും എന്തുകൊണ്ടാണ് ആ രീതിയിൽ കലാമണ്ഡലത്തിനല്ലേ അത്തരം സംഗതികൾ ഒരു അക്കാദമിക് ലെവലിൽ തന്നെ ചെയ്യാൻ പറ്റുക? അല്ലെ, അങ്ങനെ ഇപ്പം ഇവിടുത്തെ ഫോംസിനെ സംബന്ധിച്ചിടത്തോളം പുതിയ വർക്കുകൾ ചെയ്യുന്നുണ്ട്. പുതിയ വർക്കുകൾ ഇപ്പം നമ്മൾ കഥകളി തന്നെ വരുന്നുണ്ട്. ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം തന്നെ എനിക്കൊന്നും ഒരു ഇവിടുത്തെ ഓൾഡ് മാൻ ആൻഡ് സീ നീരജ് ഇവിടെ വർക്ക് ചെയ്തിരുന്നു. അത് നമ്മൾ കംപ്ലീറ്റ്ലി ഫണ്ടഡ് ബൈ almost 7 lakhs we have funded. Okay, 7 lakhs. പിന്നീട് സുദീപ് മോഹൻ എന്ന് പറഞ്ഞ സ്റ്റുഡന്റ് ഇവിടെ അധ്യാപകൻ ഏകദേശം ഒരു ആഹാ എന്ന് പറഞ്ഞൊരു രസവുമായി ബന്ധപ്പെട്ട എൻ്റെ ഒരു ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട ഒരു വർക്ക് ചെയ്തിരുന്നു. അതിനും കലാമണ്ഡലം ഫണ്ട് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ കുട്ടികളുടെ കുറച്ച് ഒരു പുതിയ ഇന്നോവേറ്റീവ് വർക്ക് വന്നപ്പോൾ we have liberally funded them also. Okay. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കഥകളിയിലെയും മോഹിനിയാട്ടത്തിലെ അധ്യാപകരെ വെച്ചിട്ട് ഉരുഭംഗം എന്ന് പറഞ്ഞു, ഉരുഭംഗം മഹാവിഭാസന്റെ ഉരുഭംഗം നാടകത്തിന്റെ ഒരു കൊറിയോഗ്രാഫിക് വേർഷൻ ചെയ്തിരുന്നു. അതൊരു വലിയ പ്രൊഡക്ഷനായിട്ട് നമ്മൾ ചെയ്ത് അത് പ്രീമിയർ ചെയ്തിരുന്നു. അതിപ്പോൾ കുറച്ചുകൂടി വർക്ക് ചെയ്തിട്ട് അതെങ്ങനെ സർക്കുലേഷന് അങ്ങനെ ചെയ്യാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ ഇവർക്ക് ഇവിടുത്തെ അധ്യാപകർക്ക് പുതിയ വർക്ക് ചെയ്യാനുള്ള ഫണ്ടിങ് ഉണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഈസ് കമ്മിങ്. എന്താ പറയാ, 1-2 എണ്ണം വന്നിട്ടുള്ളൂ. 2 ചെയ്തു കഴിഞ്ഞ വർഷം. ഈ വർഷം ഇറ്റ് ഈസ് ഓപ്പൺ ഫോർ അത് ഓപ്പൺ ആണത്. അങ്ങനെയുള്ള ഐഡിയാസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഈ കുടിയാട്ടംകാരോടൊക്കെ പുതിയ വർക്കുകൾ ചെയ്യാൻ പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്. അതിലുപരിയായിട്ട് നമ്മളിപ്പം എന്താ പറയാ ഒരു എക്സ്പെരിമെന്റ്സ് തന്നെ നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നു, അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, ഇപ്പം ഇവിടെ നിലവിലുള്ള ഒരു ട്രഡീഷണൽ അതിനെ ഹാമ്പർ ചെയ്യാതെ തന്നെ ആ മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു സാധനം അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇൻ കേസ് ബ്രേക്ക് ചെയ്യുന്നാലും ശരി, കലാമണ്ഡലത്തിന്റെ VC എന്നുള്ള രീതിയിലല്ല. അല്ലാണ്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു സംശയം ചോദിക്കുകയാണ്. നമ്മൾ ഇത്തരത്തിലുള്ള നാടകമാണെങ്കിലും വലിയ പെർഫോമൻസുകൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആർട്ട് ഫോംസ്, പെർഫോമിംഗ് ആർട്ട് ഫോംസ്, ക്ലാസിക്കൽ കലകൾ ഒക്കെ എന്തുകൊണ്ടാണ് പഴയ ടെക്സ്റ്റുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കണ്ടംപററി ആയിട്ടുള്ള വ്യാഖ്യാനങ്ങൾ, അതിനപ്പുറത്തേക്ക് ഒരു പുതിയ ടെക്സ്റ്റ് തന്നെ ഉണ്ടാക്കാത്തത് എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ആലോചിക്കുക? അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ഇപ്പോഴും നമ്മൾ ഇപ്പോൾ ഒരു ഭംഗം അതൊരു പഴയ നാടകത്തിൻ്റെ സംഭവമാണ്. എന്താണ് ഒരു പുതിയ കാലികമായിട്ടുള്ളൊരു ടെക്സ്റ്റ് തന്നെ രൂപപ്പെടുത്താത്തത്? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ടെക്സ്റ്റും പെർഫോമൻസ് ആയിട്ടൊരു കോൺഫ്ലിക്റ്റ് ഇറ്റ്സ് ആൾവേസ് ദെയർ. അപ്പോൾ അങ്ങനെ വരുന്ന ഉടനെ രണ്ട് തരത്തിൽ പറയാം. ഒന്ന്, നമ്മള് ഇത് പൂർണ്ണമായിട്ടും പുറത്തു വെക്കുന്ന ഒരാളുടെ സംശയം. അതെ, പലപ്പോഴും നമ്മൾ പറയുന്ന ഉടനെ ഒന്ന് ടെക്സ്റ്റുകൾ പുതിയത് അവൈലബിൾ അല്ല പുതിയൊരു ഇതിൽ. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ തിയേട്രിക്കാലിറ്റിയും പെർഫോമറ്റീവിറ്റിയും തമ്മിലുള്ളൊരു ഷിഫ്റ്റ് വന്നിട്ടുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആ ഒരു പെർഫോമറ്റീവിറ്റിയിലേക്കുള്ള ആ ഒരു ട്രാൻസിഷനിൽ പലപ്പോഴും ടെക്സ്റ്റ് ബിക്കെയിം ഇമ്മെറ്റീരിയൽ. ടെക്സ്റ്റ് കാരണം നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് തിയേറ്ററിൽ നിന്ന് വ്യത്യസ്തമായൊന്നായി മാറി. പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ജാനറായിട്ട് ഇങ്ങനെ ഇവോൾവ് ചെയ്തു വന്നു. അപ്പം അങ്ങനെ വരുന്ന ഉടനെ ഈ വേറെ പറഞ്ഞാൽ പീപ്പിൾ വാണ്ട് പ്രസൻറ്റേഷണൽ, നോട്ട് റെപ്രസെൻറ്റേഷണൽ.
ഓക്കെ. കാരണം അത് അത് തന്നെയാണ് പലപ്പോഴും നേരത്തെ ഇത് തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നേരത്തെ. കഥകളി ഈസ് പ്രസന്റേഷണൽ, ഇറ്റ്സ് നോട്ട് റെപ്രസെന്റേഷൻ ഇൻ മെനി കോണ്ടെക്സ്റ്റ്. ഓക്കെ. പക്ഷേ പുതിയൊരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഈ ടെക്സ്റ്റിൻ്റെ കാര്യം ചോദിക്കുമ്പോഴും പുതിയ വർക്കുകളുടെ ചോദിക്കുമ്പോഴും നമ്മൾ 21ാം നൂറ്റാണ്ടിൽ ഏറ്റവും കുറഞ്ഞ് മാത്രം ഉണ്ടായിട്ടുള്ള ഒരു ജാനറാണ് ഡ്രാമാറ്റിക് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അതൊരു വലിയ ഇഷ്യൂ ആണ്. അപ്പം ഈ തിയേറ്റർ മേക്കിംഗ് അല്ലെങ്കിൽ പെർഫോമൻസ് മേക്കിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഒരു പെയിൻറ്റർ ഒരു പെയിൻറ്റിങ്ങിന് വെൻ ഹി ഈസ് ഡൂയിങ് എ പെയിൻറ്റിങ് ഇറ്റ് ഡസൻ എന്താ പറയുക ഒരു ടെക്സ്റ്റിനെ ആശ്രയിച്ചില്ല വരുന്നത് അല്ലേ. അതൊരു അയാളുടെ മനസ്സിലുള്ളൊരു ഒരു ആശയം അല്ലെങ്കിൽ അയാളുടെ മനസ്സിലുള്ളൊരു വികാരം, ഒരു പ്രത്യേക ഒരു മാനസിക അവസ്ഥ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ചുറ്റുപാടിൽ നിന്നാണ് ഒരു പെയിൻറ്റിങ് വരുന്നത്. പെർഫോമൻസിലോ സാധ്യമാണ് ഒരു പ്രത്യേക അവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക അവസ്ഥയെ അല്ലെങ്കിൽ പ്രത്യേക ആശയത്തെ ആവിഷ്കരിക്കുക എന്നുള്ളതാണ് പുതിയൊരു ഒരു രീതിയിൽ ഉള്ള പെർഫോമൻസിൻ്റെ ഒരു ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇതിലാണ് നിൽക്കുന്നത്. പക്ഷെ അതിന് ടെക്സ്റ്റ് വേണമെന്നില്ല, അങ്ങനെ ഒരു ഇതുണ്ട്. അത് മൊത്തത്തിൽ ഈ ഒരു മേഖലയിൽ ഉണ്ടായ ഒരു മാറ്റമാണ്. പലപ്പോഴും അതൊരു ഉദാഹരണത്തിന് ഇപ്പം അതൊരു കൂടുതൽ സെൻസോറിയൽ ആവുന്നത്. വളരെ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഉസ്താദ് ബിസ്മില്ലാ ഖാന്റെ ഷഹനായി കേൾക്കുമ്പോൾ വി ഡോണ്ട് ലുക്ക് ഫോർ എ ടെക്സ്റ്റ്. ഇല്ലല്ലോ, നമ്മൾ പോകാറില്ല. അപ്പൊ നമ്മളിപ്പം ഇളഞ്ഞിത്തറ മേളം കേൾക്കുന്നുണ്ട്, നമ്മൾ ടെക്സ്റ്റിനെ കുറിച്ച് അന്വേഷിക്കാറില്ല. അപ്പൊ ഈ അവിടെ കിട്ടുന്ന ഫീൽ ഒരു പെർഫോമൻസിലൂടെ തരിക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പം ഒരു തിയേറ്ററും അല്ലെങ്കിൽ പെർഫോമൻസും നിൽക്കുന്നത്. നേരത്തെ എന്ന് പറഞ്ഞപ്പോൾ അതൊരു റെഫറൻഷ്യൽ ഇല്ലാതെ തന്നെ ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ റെഫറൻസിലേക്കാണ് പോകുന്നത്. അത് ഇല്ലാതെ തന്നെ പക്ഷേ നമ്മൾ നേരിട്ടൊരു ഫീലിലേക്ക് പോകുന്ന പഴയ നമ്മുടെ എന്താ പറയുക, നമ്മൾ ഈ നീഷയൊക്കെ പറഞ്ഞ എവറിത്തിങ് സ്പോക്കൺ ഈസ് ഡിവാല്യൂഡ് എന്ന് പറയും. പലപ്പോഴും ഈ സൂസൻസ് ഉണ്ടാകിൻ്റെ ഒക്കെ ഒരു ആർട്ടിക്കിൾ ഉണ്ടല്ലോ, എസ്തെറ്റിക്സ് ഓഫ് സൈലൻസ് എന്ന് പറയുന്നത്. കാരണം ഒരിക്കലും നമ്മുടെ ഒരു ആശയത്തിന്റെ ഒരു സ്പിരിറ്റ് എപ്പോഴത് ഭാഷയിലാവുന്നു അതോടെ പോയി. അപ്പം അതില്ല. അതുകൊണ്ടാണ് പലപ്പോഴും പല നാടകങ്ങളും, ഉദാഹരണത്തിന് ഇപ്പൊ ഹരോൾഡ് പിന്ററിന്റെ നാടകമായാലും മാർക്സ് ഫിഷറിന്റെ നാടകമായാലും ശരി, അതിന് ഒത്തിരി വിരാമങ്ങളാണ്, സൈലൻസുകളും പോസും ഒക്കെ കൂടെ വരുന്നത്. കാരണം പലപ്പോഴും ഇതിനിടയ്ക്കാണ് ഈ ആശയം അല്ലെങ്കിൽ ഒരു സെൻസോറിയൽ ആവുന്നത്. പലപ്പോഴും ഡയലോഗ് ആവില്ല. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ വരുന്നുണ്ട് പലപ്പോഴും പക്ഷെ അറ്റ് ദി സെയിം ടൈം പലപ്പോഴും കൂടുതൽ ഇന്റർപ്രിട്ടേഷൻ പലപ്പോഴും സാധ്യതയുള്ള കാണുന്നത് പഴയ ടെക്സ്റ്റുകളാണ്. അതിനെക്കുറിച്ച് വേറൊരു ആർഗ്യുമെന്റ്. ഇപ്പൊ ഉദാഹരണത്തിന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഷേക്സ്പിയറിന്റെ നാടകങ്ങൾ, ഈ ജെൽ സ്റ്റാൻ എന്ന് പറഞ്ഞൊരു സൈദ്ധാന്തികൻ പറയുന്ന കാര്യമാണ്. ഷേക്സ്പിയറിന്റെ നാടകത്തിൽ നിന്ന് 1,00,000 പെർഫോമൻസ് ജൂലിയസ് സീസറിൽ ഉണ്ടാവുന്നെങ്കിൽ ആ ടെക്സ്റ്റിൽ ഇത്രയും പെർഫോമൻസ് എന്താ പറയുന്നത് നിർലീനമാണ്, എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മുടെ പുതിയ നാടകങ്ങളൊക്കെ എത്ര വാല്യൂ ഉണ്ടെന്നില്ല. ഇതിപ്പോ 100ാമത്തെ ഒരു വർഷത്തിലേക്ക് കടക്കുക കലാമണ്ഡലം. ഇപ്പോഴത്തെ VC ആയിട്ടിരിക്കുന്ന ഒരാളുടെ ഭാവിയിലേക്ക് 100 വർഷം പൂർത്തിയായ ഒരു കേരള കലകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനത്തിന്റെ ഭാവി എന്തായിരിക്കണം എന്നുള്ളൊരു വിഷൻ നിങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്? അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൗ വി ക്യാൻ മൂവ് ഫ്രം ദി ഫെയ്ത്ത് ടു റീസൺ. ദാറ്റ്സ് എ മേജർ ഒബ്ജക്റ്റീവ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമുക്കൊരു യുക്തി അധിഷ്ഠിതമായിട്ടുള്ള അറിവോടുകൂടിയ ഒരു സ്ഥാപനം ഒരു സമകാല സമൂഹത്തിനും അല്ലെങ്കിൽ സമകാലമായിട്ടുള്ള ഒരു യങ്സ്റ്റേഴ്സിന് വേണ്ടി നമ്മളിതങ്ങനെ ഡിവൈസ് ചെയ്യാം എന്നുള്ളതാണ് ഒരു ഐഡിയ. ഇങ്ങനെ പറഞ്ഞാലോ, കലയെ വിശ്വാസത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്ന് പറഞ്ഞാലോ? അല്ല, അങ്ങനെ പറഞ്ഞാൽ എല്ലാ കലയും അങ്ങനെ അല്ലല്ലോ. കാരണം അവിടെ എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു റീസണിങ്ങിലേക്ക് വരേണ്ടതുണ്ട്. ഇപ്പൊ നമ്മുടെ പെഡഗോഗിയിലും ഒക്കെ അതിന്റെ ഒരു മാറ്റം വരേണ്ടതുണ്ട്. ഒപ്പം നമ്മള് ഈ എന്താ പറയാ പുതിയ ജനറേഷനിലേക്ക് നമ്മളിത് കൊണ്ടെത്തിച്ചേ പറ്റും. കാരണം ഉദാഹരണത്തിന് ഞാനിപ്പം പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണത്തിന് നേരത്തെ ഞാൻ പറഞ്ഞു, കാരണം കൂടിയാട്ടം വൈ കാൻറ്റ് വി ഡു ഇറ്റ് ഇൻ മലയാളം.
പിന്നെ നമ്മൾ പെർഫോമൻസ് കൾച്ചർ എന്ന് പറയുമ്പോൾ വി ഷുഡ് ബി ആൾവേസ് കട്ടിങ് എഡ്ജ് ടു ദി കറണ്ട് ജനറേഷൻ. ആ രീതിയിലേക്ക് നമ്മളിതിനെ കൊണ്ടുവരാം. കാരണം ആ രീതിയിലേക്ക് ഉദാഹരണത്തിന് ഇപ്പോൾ ക്ലാസിക്കൽ മ്യൂസിക്, ഈ ഇപ്പൊ കഥകളിയുമായി ബന്ധപ്പെട്ട പല മേഖലകളും വളരെ പോപ്പുലർ ആയിട്ട്. ഇപ്പോൾ കഥകളി മ്യൂസിക്, അജിത ഹരെ, അത് വളരെ പോപ്പുലർ ആയിട്ടുള്ള എന്താ, അപ്പൊ അതിനപ്പുറത്തേക്ക് പോയി ഇല്ലേ? അതൊക്കെ സ്കോപ്പ് ഉണ്ട്. ഇപ്പം ക്ലാസിക്കൽ മ്യൂസിക്കിൽ ഇപ്പം എന്താ പറയാ, ഈ എന്താ പറയാ, നമ്മുടെ അകം ബാൻഡും ഒക്കെ വരുന്ന ഉടനെ അങ്ങനെയുള്ള ഞാൻ അങ്ങനെ ഫ്യൂഷൻസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫോമിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ അതിൻ്റെ ഒരു കണ്ടന്റിൻ്റെയും അല്ലെങ്കിൽ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടലി നമുക്ക് ഈ ഒരു മൂല്യങ്ങളെ സംബന്ധിച്ചാണ് അവതരണ മൂല്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് നിലനിർത്തുക എന്ന് വെച്ചാൽ ഇറ്റ്സ് എ വെരി പ്രോബ്ലമാറ്റിക് സ്റ്റേറ്റ്. അല്ല, ആ രീതിയിൽ മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു പുതിയ അല്ലെങ്കിൽ ഒരു ഫോമുകൾ മാറും, ഫോമുകൾ അല്ലെങ്കിൽ ആ രീതിയിൽ എങ്ങനെ നമുക്ക് ഈ നമ്മുടെ ഫോമുകളെ പുതിയ തലമുറയിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ച് പരിണാമം സംഭവിക്കേണ്ടത് മാത്രമല്ല അതിനുവേണ്ടിയുള്ള എഫേർട്സുകൾ നമ്മൾ ചെയ്യണം. എഫേർട്സിൽ ഇപ്പം വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഇപ്പം ലൈവ്ലിഹുഡ് ഈസ് എ സീരിയസ് തിങ്. ഇവിടുത്തെ ഒരു കഥകളി പഠിച്ചിറങ്ങുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമാജിനേഷൻ എന്ന് പറയുന്നത് കൊഴുമാമ്പറമ്പ് ക്ഷേത്രമോ ഉത്രാളിക്കാവോ അല്ലെങ്കിൽ തെക്കൻ നാട്ടിലുള്ള തെക്കാണ് ഏറ്റവും കൂടുതൽ കഥകളി നടക്കുന്നത്, അമ്പലങ്ങളാണ്. പക്ഷേ അവരിപ്പോൾ ഒരു അവിഞ്ഞോൺ ഫെസ്റ്റിവലോ ലണ്ടൻ ഇന്റർനാഷണൽ തിയേറ്റർ ലിഫ്റ്റോ അല്ലെങ്കിൽ ഫെസ്റ്റിവൽ ഓഫ് തിയേറ്ററോ എന്താ പറയുക എഡിൻബറോ ഫെസ്റ്റിവലോ അവരുടെ ഇമാജിനേഷനിലില്ല. ആ എക്സ്പോഷറും ഇല്ല. അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് അവരെ കൊണ്ടുവരണം. കാരണം നമ്മളൊരു പുതിയ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ചിന്തകൾ നമുക്ക് കുട്ടികൾക്ക് കൊടുത്ത് ഇമാജിനേഷനെ നമ്മൾ ഇവോക്ക് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ മാറ്റർ ഓഫ് കോൺഫിഡൻസ് ബിൽഡിങ്. തങ്ങൾ പഠിക്കുന്ന ആക്ച്വലി ദേ ആർ ഗ്രേറ്റ്. അത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പഠിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ ഇവിടെ പഠിപ്പിക്കുന്ന ആശാമാരും ഒക്കെ ദേ ആർ ഗ്രേറ്റ് ഇൻ ദെയർ ക്രാഫ്റ്റ് ആൻഡ് ഇൻ ദെയർ എഫിഷ്യൻസി. പക്ഷേ അതിന് പുതിയ അവന്യൂസിലേക്ക് അവരെ കൊണ്ടുപോകാനുള്ള ഒരു അതിനുവേണ്ടിയായിരിക്കണം ഈ സ്ഥാപനം ഉണ്ടാവേണ്ടതും. കാരണം ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 1940-കളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡാൻസേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സ്ഥാപനം കലാമണ്ഡലം. അന്ന് അൽമോറയിൽ ഉദയ് ശങ്കറിന്റെ സ്ഥാപനത്തിൽ, ശാന്തിബർദ്ധന്റെ ഭോപ്പാലുള്ള സ്ഥാപനത്തിൽ, IPTയുടെ പല ഗ്രൂപ്പുകളിലും, ഉൽബർദ്ധൻ അവരുടെയൊക്കെ ഈ ഡാൻസ് കമ്പനികളിലുള്ള, പിന്നീട് നരേന്ദ്ര ശർമ്മയുടെ സ്ഥാപനത്തിലും ഗ്വാളിയോറിലുള്ള ഈ ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഒക്കെ ഇവിടുന്ന് കഥകളി കഴിഞ്ഞവരാ പോയിട്ടുള്ളത്. പിന്നീട് ദർപ്പണയിലും അഹമ്മദാബാദിലെ ദർപ്പണയിലും ഒക്കെ ഇവിടുന്ന് കഥകളി. അന്ന് ഈ എന്താ പറയാ ഡാൻസേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ആക്ടേഴ്സ് മാത്രമേ. പ്രൊഫഷണലി ഒരു ഡാൻസർ കമ്മ്യൂണിറ്റിയെ ജനറേറ്റ് ചെയ്തിട്ടുള്ള സ്ഥാപനമായിരുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട്. ദാറ്റ് ക്രെഡിറ്റ് ആൾവേസ് ഗോസ് ടു കലാമണ്ഡലം. പക്ഷെ പിന്നീട് അതെനിക്ക് തോന്നുന്നു കുറച്ച് ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം കണ്ടംപററി ഡാൻസ് നോക്കിയാൽ നമ്മൾ കലാമണ്ഡലത്തിൽ നിന്നുള്ള എത്ര പേര് വർക്ക് ചെയ്യുന്നുള്ള ഇറ്റ് ഈസ് വെരി എന്താ ഡിസ്മൽ ആണ്, ഭയങ്കരമായിട്ട് ഇറ്റ്സ് വെരി ഡിസ്മൽ വെൻ വി സീ ദി സിറ്റുവേഷൻ. പക്ഷെ അന്നൊക്കെ എന്ന് വെച്ചാൽ ഒരു നാഷണലിസത്തിന്റെയും ഒരു ഐഡിയോളജിക്കലൊക്കെ ആയിട്ടുള്ള ഒരു ഓപ്പൺനെസ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എനിക്ക് നോക്കുന്നതാണ് പലപ്പോഴും ക്രിട്ടിക്കലായിട്ട് നമ്മൾ നോക്കുന്നതാണ് പലപ്പോഴും നമുക്കൊരു സംശയം തോന്നും, അന്നൊക്കെ ഇന്നത്തേതിൽ നിന്ന് വളരെ ഓപ്പൺ ആയിരുന്നു എന്ന്.